എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1370 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്കൊരു ക്ലാസ് ആണുള്ളത്. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാനായിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നസറുള്ള ഡോക്ടറാണ്. ഡോക്ടർ ഹോമിയോപ്പതി വകുപ്പിൽ നിന്ന് ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തതാണ്. തൃശൂർ ജില്ലയിലെ ISKയുടെ മുതിർന്ന നേതാവും KGHMOയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ ധാരാളം ബോധവൽക്കരണ ക്ലാസുകൾ എടുക്കാറുണ്ട്. ഡോക്ടർക്ക് ഇപ്പോൾ 39 വർഷത്തെ ചികിത്സാ പരിചയമാണുള്ളത്. ഇന്ന് നമുക്ക് മഞ്ഞപ്പിത്തവും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിനാണ് ഡോക്ടർ എത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് നസറുള്ള ഡോക്ടറെ സന്തോഷപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ക്ലാസ് തുടങ്ങാം. കേൾക്കാമോ? കേൾക്കാം. നമ്മളിന്ന് സബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്ന ജോണ്ടിസ് ആണ്. ജോണ്ടിസിനെ കുറിച്ച് ഞാനൊരു ക്ലാസ് എടുക്കാൻ കാരണം ഒരു വളരെ പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഹോമിയോ ഡോക്ടർമാരുടെ ക്ലാസ്സില് ജോണ്ടിസിനെ കുറിച്ചുള്ള ചർച്ചയില് പല ഡോക്ടർമാരും വളരെ അബദ്ധ ജടിലമായ കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നു. അത് തിരുത്താൻ തന്നെ അതിലുള്ളവര് ശ്രമിച്ചില്ല പലരും. അതെനിക്ക് വളരെയധികം അത്ഭുതം തോന്നി. എത്ര പ്രഗത്ഭരായ ഡോക്ടർമാര് ജോണ്ടിസ് എന്താണെന്ന് മുഴുവനായിട്ട് മനസ്സിലാക്കാത്ത രീതിയിൽ സംസാരിക്കുന്ന പോലെ തോന്നി. അത് കേൾക്കുമ്പോൾ പലർക്കും അത്ഭുതം തോന്നും, അങ്ങനെയുള്ളവരുണ്ടാവോ? പക്ഷെ അതിലൊരു ഉദാഹരണമായിരുന്നു SGOT STPT കൂടിക്കഴിഞ്ഞാൽ അത് ജോണ്ടിസ് ആണെന്ന് ധരിച്ചിരിക്കുന്നവരായി കുറെ പേര്. SGOT STPT കൂടി എന്ന് എഴുതിയിട്ട് ജോണ്ടിസ് ആവില്ല. ജോണ്ടിസ് എന്ന് പറഞ്ഞ ഒറ്റ കണ്ടീഷനുള്ളൂ, ഹൈപ്പർ ബിലിറൂബിനീമിയ എന്ന് പറയുന്ന ബ്ലഡില് ബിലിറൂബിന്റെ അളവ് കൂടിയെങ്കിൽ മാത്രമേ അതിന് ജോണ്ടിസ് എന്ന് പറയുന്നു. ജോണ്ടിസ് നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു അസുഖമല്ല, കണ്ടീഷനാണ്. അനവധി രോഗങ്ങളുടെ രോഗലക്ഷണം മാത്രമാണ് ജോണ്ടിസ്. ജോണ്ടിസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്തെല്ലാം രോഗങ്ങൾക്ക് ജോണ്ടിസ് ഡെവലപ്പ് ചെയ്യും എന്ന് നമ്മൾ ആദ്യം നോക്കേണ്ടി വരും. ഒന്ന്, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാല് രണ്ടാമത്തോ നാലാമത്തെ ദിവസം ആ കുട്ടിക്ക് ജോണ്ടിസ് ഡെവലപ്പ് ചെയ്യും. അത് ഇൻഫന്റൈൽ ജോണ്ടിസ് എന്ന് പറയും. അതിനുള്ള കാരണം അത് ഇമോലൈറ്റിക് ജോണ്ടിസ് ആണ്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാല് കുറെ RBC ഡിസ്ട്രക്ഷൻ നടക്കും. നോർമലാണ്, ഫിസിയോളജിക്കലാണ്. RBC ഡിസ്ട്രക്ഷൻ നടന്നു കഴിഞ്ഞാല് RBCയുടെ ഉള്ളിലുള്ള ബിലിറൂബിൻ പുറത്തു വരും. അത് ബ്ലഡിൽ ഉണ്ടാവും. അത് ചിലപ്പോൾ കൂടും. അത് കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14, 16 വരെയൊക്കെ എത്തിയാലും അത് വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. പ്രശ്നമായിരിക്കാൻ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു ഫുൾ ടൈം എത്താത്ത ഒരു മെച്വർ ബേബി അല്ലാതെ വരികയാണെങ്കിൽ മാത്രമാണ് പലപ്പോഴും ബിലിറൂബിൻ ലെവല് കൂടിയിട്ട് കുട്ടിക്ക് അപകടം ഉണ്ടാവാറുള്ളത്. അല്ലാത്ത കേസ് അത് സ്പോണ്ടേനിയസ് ആയിട്ട് ക്യൂറാകുന്നതാണ്. പക്ഷെ ബിലിറൂബിന്റെ അളവ് 20 മീതെ പോയി കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കൺവൾഷൻ വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. പക്ഷെ അതെപ്പോഴും ഇൻഫന്റൈൽ ജോണ്ടിസ് വരുന്നത് എപ്പോഴും കുട്ടി പ്രിമച്വർ ബർത്ത് ആവുകയാണെങ്കിലാണ്, അല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവാറില്ല. അപ്പോൾ നമുക്ക് പിന്നെ വേറെ ജോണ്ടിസ് വരുന്നത് ആൽക്കഹോളിക് ഇഫക്റ്റ് കൊണ്ട് ജോണ്ടിസ് വരും. വേറൊരു ഇഫക്റ്റ് ചില മരുന്നുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് വരും. ചില അനബോളിക് സ്റ്റെറോയിഡുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടും
ആൾക്ക് മഞ്ഞപ്പിത്തം ഡെവലപ്പ് ചെയ്യും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം വൈറസ് ഇൻഫെക്ഷൻ കൊണ്ട്, വൈറസ് കൊണ്ട് വരുന്ന ഹെപ്പാറ്റൈറ്റിസിന് ഹെപ്പാറ്റൈറ്റിസ് എ എന്നും ബി എന്നും സി എന്നും ഡി എന്നും ഇ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഹെപ്പാറ്റിക് എ വൈറസ് കൊണ്ടുണ്ടാവുന്ന രോഗത്തിന് ഹെപ്പാറ്റൈറ്റിസ് എ എന്നും ബിയും സി ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ബി സി ഡി ഇ എന്ന് പറയുന്നു. ഇതെല്ലാം ബാക്ടീരിയകൾ തന്നെയാണ്. അതില് ഹെപ്പാറ്റൈറ്റിസ് എയും ഇയും അത് ഫുഡിൽ കൂടെ കുടിക്കുന്ന വെള്ളത്തിൽ കൂടെയാണ് പകരുന്നത്. കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ ഡ്രിങ്ക് ബൈ ഇൻഫെക്റ്റഡ് പേഴ്സൺ ഓഫ് സ്റ്റൂള്. ഒരു ഹെപ്പാറ്റൈറ്റിസ് പിടിപെട്ട ആ രോഗിയുടെ ഏതെങ്കിലും കാരണവശാൽ അയാൾ കുടിക്കുന്ന വെള്ളത്തിലോ ഭക്ഷണത്തിലോ കലർന്നു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം വരും. അല്ലാതെ മറ്റു വൈറൽ ഹെപ്പാറ്റൈറ്റിസ് പോലെ എയർബോൺ ഡിസീസ് അല്ല. അപ്പൊ ഒരു വീട്ടിലുണ്ടായ മറ്റുള്ളവർക്ക് വരുന്നതിന് കാരണം അയാൾ ഉപയോഗിച്ച ഗ്ലാസ്സിൽ നിന്ന് കുടിക്കുക, പാത്രം ഉപയോഗിക്കുക, ചിലപ്പോ അയാളുടെ ശോധനയിലോ അല്ലെങ്കിൽ ഒമിറ്റിക് മാറ്ററിലോ ഈ ഹൗസ് ഫ്ലൈസ് വന്നിരുന്ന് ആ ഹൗസ് ഫ്ലൈസ് ഫുഡിൽ വന്നിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ കഴിക്കുന്ന ഫുഡിൽ വന്നാൽ അയാൾക്ക് ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. വൈറൽ ഹെപ്പാറ്റൈറ്റിസ് എനെയാണ് നമ്മുടെ നാട്ടിൽ മഞ്ഞപ്പിത്തം എന്ന് പൊതുവെ അറിയപ്പെടുന്നതും. ധാരാളം ആളുകൾ സ്വയം ചികിത്സ എന്നുള്ള ആളിലൊക്കെ കിഴാർനെല്ല് അരച്ച് പാലിൽ കലക്കി കുടിച്ച് മാറ്റിയെടുക്കുന്നതും പല ആയുർവേദ വൈദ്യന്മാരും സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഇരിക്കുന്നതും വൈറൽ ഹെപ്പാറ്റൈറ്റിസ് എ ചികിത്സിക്കാരാണ്. അതേപോലെ സമാനമായ ലക്ഷണങ്ങളും സമാനമായ രോഗ പകർച്ചയും ഒക്കെ ഉള്ളതാണ് ഹെപ്പാറ്റൈറ്റിസ് ഇ. പക്ഷെ ഈനെ സംബന്ധിച്ചിടത്തോളം സാധാരണ അതിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. ഒരൊറ്റ കണ്ടീഷൻ, ഗർഭിണി ആയിരിക്കരുത്. ഗർഭിണികൾക്ക് ആ പ്രശ്നം ഉണ്ടാവും. ഗർഭിണികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണിക്കല്ല ഉണ്ടാവണം, ഗർഭസ്ഥ ശിശുവിന് പ്രിമച്വർ ബർത്തിനോ വളരെ ഏർലി ആണെങ്കിൽ അബോർഷനോ അല്ലെങ്കിൽ സ്കിൽ ബർത്തിനോ സാധ്യത കൂടുതലാണ്. അതാണ് ഈ ഹെപ്പാറ്റൈറ്റിസ് ഇ കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നം. അല്ലാതെ സാധാരണ അതിൽ ഈ ഒരു കുഴപ്പമുണ്ടാക്കില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ എന്റെയൊക്കെ വീട് കൊടുങ്ങല്ലൂരാണ്. ഞങ്ങൾ വർഷങ്ങളോളം ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും കൊടുങ്ങല്ലൂര് ഒരു ഹോമിയോ ഡോക്ടർക്ക് ഹെപ്പാറ്റൈറ്റിസ് എയോ ഇയോ അല്ലെങ്കിൽ ഹെപ്പാറ്റൈറ്റിസ് വിഭാഗത്തിൽപ്പെട്ട ഒരു കേസ് പോലും കിട്ടില്ല. ഇവിടെ ഒരു വളരെ പ്രശസ്തമായ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ആയുർവേദ വൈദ്യരുണ്ടായി. അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ മകള് വളരെ പ്രശസ്തമായ രീതിയിൽ എവിടെ മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിൽ നിന്ന് പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് വരെ ഇവരുടെ അടുത്തെത്തും. ആരെങ്കിലും നമ്മളുടെ മരുന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ അവരുടെ സുഹൃത്തുക്കളോ അയൽവക്കക്കാരോ അവരെ പിന്തിരിപ്പിച്ച് ഈ ആയുർവേദ വൈദ്യരുടെ അടുത്ത് എത്തിക്കുന്നതിന്റെ പേരിൽ കൊടുങ്ങല്ലൂരിലെ ഹോമിയോ ഡോക്ടർമാർക്ക് വൈറൽ ഹെപ്പാറ്റൈറ്റിസ് ചികിത്സിക്കാനുള്ള അവസരം വളരെ വളരെ കുറവാ കിട്ടിയിരുന്നുള്ളൂ. പക്ഷെ എന്റെ ചികിത്സാത്മാൻ എന്റെ 39 വർഷം എന്നാണ് പറഞ്ഞെങ്കിലും 41 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. 83 മുതൽ ഞാൻ പ്രാക്ടീസോടെ മുതലുള്ള എന്റെ പ്രാക്ടീസിനെ നിന്ന് മറ്റ് ഏത് വൈദ്യശാസ്ത്ര ശാഖകളെക്കാൾ കൂടുതലായിട്ട് നമുക്ക് നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ഹെപ്പാറ്റൈറ്റിസിനെ. അത് ഹെപ്പാറ്റൈറ്റിസ് എ ആയാലും ഇനി ഇൻഫന്റൈൽ ജോണ്ടിസ് ആണെങ്കിലും ഇനി മാറാൻ ബുദ്ധിമുട്ടുള്ള ഹെപ്പാറ്റൈറ്റിസ് ബി ആണെങ്കിലും സി ആണെങ്കിലും ഡി ആണെങ്കിലും മറ്റ് ഇതര വൈദ്യശാസ്ത്ര ശാഖകളെക്കാൾ നല്ല റിസൾട്ടും കോൺഫിഡന്റോട് കൂടി ചികിത്സിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഹെപ്പാറ്റൈറ്റിസ്. ഇത് ഇപ്പൊ പലരും ഇത് റെയിനി സീസൺ ഡിസീസ് ആയിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കാരണം മഴക്കാലത്ത് ഹെപ്പാറ്റൈറ്റിസ് പകരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പത്രങ്ങളിലും ആരോഗ്യ മാസികകളിലും ഹെപ്പാറ്റൈറ്റിസിനെ കുറിച്ച് എഴുതിക്കാറ്. വാസ്തവത്തില് ഹെപ്പാറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് റെയിനി സീസൺ ഡിസീസ് അല്ല. അത് മഴക്കാലത്തും ഉണ്ടാവും, വേനൽക്കാലത്തും ഉണ്ടാവും. വേനൽക്കാലത്ത് ഉണ്ടാവുന്നത് ശുദ്ധജലത്തിന്റെ ദൗർലഭ്യം കൊണ്ട് കണ്ടാമിനേറ്റഡ് വാട്ടർ ഉപയോഗിക്കാൻ അവർ നിർബന്ധിതരാകുന്നു. അതുകൊണ്ട്
ആ കണ്ടാമിനേറ്റഡ് വാട്ടർ മുഖാന്തരം ശുദ്ധജലത്തിന്റെ ദൗർലഭ്യമാണ് അവർ ആ കാര്യത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ഈ ഹെപ്പാറ്റൈറ്റിസ് പിടിപെടാൻ സാധ്യത കൂടുന്നു. ഈ മഴക്കാലത്താണെങ്കിൽ വെള്ളം സുലഭമാണ്. പക്ഷെ മഴക്കാലത്ത് ഒഴുകി വരുന്ന വെള്ളം കുടിവെള്ള സ്രോതസ്സുകളിൽ, അതായത് കിണറ്റിലും കുളത്തിലും മറ്റു ജലസ്രോതസ്സുകളിലൊക്കെ ഈ കണ്ടാമിനേറ്റഡ് വാട്ടർ ഒഴുകി എത്തിച്ചേർന്നു. അതില് രോഗിയായ ആളുകളുടെ ഫീക്കൽ മാറ്റർ കലർന്ന വെള്ളം ഒഴുകിയെത്തും. അങ്ങനെയും അതേപോലെ തന്നെ വേനൽക്കാലത്ത് ഈച്ചകളുടെ പെരുപ്പ് മുഖാന്തരവും ഈ ശല്യം ഉണ്ടാവും. നല്ല കഠിന ചൂടിൽ ഈച്ചകൾ നശിച്ചു പോകിലും മഴക്കാലത്തിന്റെ ആരംഭത്തോടുകൂടി ഈച്ചകൾ പെരുകും. അങ്ങനെയാണ് വയറ്റിളക്കം, ഛർദി, മഞ്ഞപ്പിത്തം ഈ വക അസുഖങ്ങൾ കൂടുന്നതിന്റെ ഒരു കാരണം. പിന്നെ നമുക്ക് വരുന്നത് ഈ മഞ്ഞപ്പിത്തത്തിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് പറയണമെങ്കിൽ കാര്യമായ സൈൻസ് ആൻഡ് സിംറ്റംസ് ഇല്ല. ഒന്ന്, ചേഞ്ചസ് ഇൻ സ്കിൻ കളർ. ഐഡസ് ക്ലിയർ മഞ്ഞ കളറാവുന്നു, നഖം മഞ്ഞ കളറാവുന്നു, നാക്കിന് മഞ്ഞപ്പ് വരുന്നു. അതാണ് ഡിസ്കളറേഷൻ, യെല്ലോയിഷ് ഡിസ്കളറേഷൻ ആണ് ഒരു സൈൻ. പിന്നെ സിംറ്റം എന്ന് പറഞ്ഞാൽ ഫ്ലൂ ലൈക്ക് സിംറ്റം, ഫീവർ ഉണ്ടാവും. അത് പലപ്പോഴും ചില്ലോടുകൂടിയ ഫീവർ ആയിരിക്കും. തേർഡ് വൺ, ലോസ് ഓഫ് അപ്പിറ്റേറ്റ്, വിശപ്പില്ല. 4, ബോഡി പെയിൻ ഉണ്ടാവുന്നു. 5, ശരീരം ആകെ വേദന ഉണ്ടാവും. അതൊരു വൈറൽ ഇൻഫെക്ഷന്റെ പൊതുവായ ലക്ഷണമാണ് ബോഡി പെയിൻ ഉണ്ടാവുക, ഹെഡ് ഏക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത്. സംടൈംസ് ചിലവർക്ക് ഡയറി ഉണ്ടാവുന്നു. യൂറിന്റെ കളറ് ഡാർക്ക് യെല്ലോ കളേർഡ് യൂറിനും മലത്തിന് ചിലപ്പോ ക്ലേ കളേർഡ് അല്ലെങ്കിൽ വൈറ്റ് സ്റ്റൂളായി മാറും. നോർമലി ജോണ്ടിസ് ഒരു 15 to 25 ഡേയ്സ് കൊണ്ട് മാറിപ്പോകും. ചിലപ്പോ നമുക്ക് 10 ദിവസം കൊണ്ട് വരെ ജോണ്ടിസ് മാറ്റിയെടുക്കാൻ പറ്റും. അത് കുറെ കൂടെ അഡ്വാൻസ് ചെയ്ത് അല്ലെങ്കിൽ ചികിത്സിക്കാൻ വൈകിയത് കൊണ്ട് കൂടുതൽ പോയാൽ, ഭക്ഷണം ശ്രദ്ധിക്കാത്തത് കൊണ്ട്, അതിനിടയ്ക്ക് ജോണ്ടിസ് തുടങ്ങിയ ശേഷം പേഷ്യന്റ് ആൽക്കഹോൾ ഉപയോഗിക്കാൻ നിർബന്ധിതയായാൽ, അതേപോലെ തന്നെ ഫാറ്റ് കുറഞ്ഞ ഭക്ഷണം കഴിക്കാതിരുന്നാല്, ഉപ്പ് അധികം കഴിച്ചാല്, വെള്ളം കുടിക്കാതിരുന്നാല്, ഈ വക കണ്ടീഷനിലെല്ലാം ജോണ്ടിസ് ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ അങ്ങനെ വരുന്ന അവസരങ്ങളിൽ ചിലപ്പോ 2-2-ലധികം മാസം നീണ്ടുനിൽക്കാവുന്ന ഒരു സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ നേരത്തെ പറഞ്ഞു നമ്മൾ ഇൻഫന്റൈൽ ജോണ്ടിസ്, ഈമോലൈസിസ് ജോണ്ടിസ് എന്ന് അതിനെ പറയാം. ഡിസ്ട്രക്ഷൻ ഓഫ് RBC, അത് ലിവറിലേക്ക് പോവുകയും അവിടെ ബിലിറൂബിൻ സെക്രീറ്റ് ചെയ്യും, അത് ബ്ലഡിൽ വരികയും ചെയ്യുന്നു. പിന്നെ വൈറൽ ഹെപ്പാറ്റൈറ്റിസ്, നേരത്തെ പറഞ്ഞ A to E വരെയുള്ള വൈറൽ ഹെപ്പാറ്റൈറ്റിസ്, അത് ബുക്കിലൊക്കെ പറയുന്നത് ഇറ്റ് സ്പോണ്ടേനിയസ് ക്യൂർ ആണ്. നമ്മളുടെ മരുന്ന് കൊണ്ട് ആ സ്പോണ്ടേനിയസ് ക്യൂറിന് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും അല്ലെങ്കിലും വൈറൽ ഡിസീസിനെ കുറിച്ച് പറയുന്നത് അക്യൂട്ട് ഡിസീസുകൾ ഹോമിയോപ്പതിയിൽ ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നതെല്ലാം തന്നെ അതിന്റെ ഡ്യൂറേഷൻ കട്ട് ഷോർട്ട് ചെയ്യുക. ഒന്ന്, അതുകൊണ്ട് വരുന്നത് ഇപ്പൊ ഒരു വൈറൽ പനി 7 ഡേയ്സ് നിൽക്കുന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിക്ക് മെഡിസിൻ കൊടുത്ത് 2 to 3 ഡേയ്സ് കൊണ്ട് ആ രോഗത്തിന്റെ ഡ്യൂറേഷൻ കട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗിക്ക് ആ വൈറൽ ഡിസീസിന്റെ കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ രോഗിക്ക് അയാളുടെ സഫറിങ്സ് കുറക്കാൻ പറ്റും. ഇതുകൊണ്ടാണ് നമ്മൾ ഒരു സ്പോണ്ടേനിയസ് ക്യൂറിൽ നടക്കുന്ന അസുഖങ്ങൾക്കും ഹോമിയോപ്പതി മെഡിസിൻ ഉപയോഗിക്കുന്നതിന്റെ കാരണങ്ങൾ. മൂന്നാമത്തത് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിന് വേറൊരു പേരും കൊണ്ടുണ്ട്, ഇറ്റ് ഈസ് എ സർജിക്കൽ ജോണ്ടിസ്. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിന് ഒരു ട്രീറ്റ്മെന്റ് സർജറി മാത്രമേ ഉള്ളൂ എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്ന അലോപ്പതിക്കാർ പറയുന്നത്. ഇനി ജോണ്ടിസ് ഏത് തരത്തിലുള്ള പിടിപെട്ടാലും അയാളുടെ ഡയറ്റിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഒന്ന്, പേഷ്യന്റിനോട് ധാരാളം വെള്ളം കുടിക്കാൻ പറയാം. ആ ധാരാളം വെള്ളം എന്നുള്ള എത്ര വരും? 3 to 4 liters വെള്ളമെങ്കിലും പെർ ഡേ കുടിച്ചിരിക്കണം.
എത്ര വെള്ളം കുടിക്കണോ അത്ര ബിൽറൂബിൻ പുറത്തേക്ക് യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്തു പോകുമ്പോൾ ബ്ലഡില് ബിൽറൂബിന്റെ അളവ് കുറഞ്ഞു വരും. അതേപോലെ നല്ലപോലെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറയാം, വെജിറ്റബിൾസ് കഴിക്കുക. ഇനി വേറൊരു കാര്യം, കോഫി നല്ലതാണ്. നമ്മളുടെ ഹോമിയോപ്പതിക്ക് മെഡിസിൻ കൊടുക്കുമ്പോഴും കോഫി കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ല, കോഫി ഇൻഡിക്കേറ്റഡ് ആണ്. അതേപോലെ ഹെർബൽ ടീ അതും നല്ലതാണ് ജോണ്ടിസ് ഉള്ളവർക്ക്. അതുപോലെ ഓൾ ഗ്രെയിൻ നട്ട്സ്, പരിപ്പ്, പയറ്, അതെല്ലാം തന്നെ. അതേപോലെ ലീൻ പ്രോട്ടീൻസ്, കട്ടി കുറഞ്ഞ പ്രോട്ടീനുകളും ഈ മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് കൊടുക്കാം. അപ്പൊ ഈ കട്ടി കുറഞ്ഞ പ്രോട്ടീനിൽ ഏറ്റവും വരുന്നത്, ഞാൻ വളരെ വർഷങ്ങളായിട്ട്, അതായത് ഏതാണ്ട് 38 വർഷങ്ങളായിട്ട് തന്നെ മഞ്ഞപ്പിത്തമായിട്ട് എൻ്റെ അടുത്ത് വരുന്നവർക്ക് ഞാൻ കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണമാണ് ചിക്കൻ, ബ്രോയിലർ ചിക്കൻ. അത് നിർബന്ധമായിട്ട് കഴിക്കാൻ പറയും. ഡെയിലി കഴിച്ചവര് വരെ ഉണ്ട്. 10 ദിവസം കൊണ്ട് മഞ്ഞപ്പിത്തം മാറിയ കേസിലും 10 ദിവസവും ഈ ചിക്കൻ കഴിച്ചിട്ടുണ്ട്. ചിക്കൻ പലരും അത് എടുത്തു പറയാൻ കാരണം, ചിക്കന്റെ കാര്യം എടുത്തു പറയാൻ, ഇപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് കൊടുങ്ങല്ലൂര് ഒരു ആയുർവേദ ഡോക്ടർ അടുത്ത ആളുകൾ പോവുള്ളൂ. അവര് പറയുന്ന ഈ ജോണ്ടിസ് വന്നു കഴിഞ്ഞാല് ചിക്കൻ കഴിക്കരുതെന്ന് മാത്രമല്ല, 2 കൊല്ലത്തേക്ക് ചിക്കനും ചക്കയും തൊടരുതെന്നാണ് പറയുന്നത്. തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും മഞ്ഞപ്പിത്തം വരും, പിന്നെ അവരെ കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്നാണ് പറയാ. അതിൽ 2 തെറ്റുണ്ട്. ഒന്ന്, ചിക്കൻ എന്ന് പറയുന്ന സാധനം വളരെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യും, പെട്ടെന്ന് വേകും. ഇപ്പൊ നമ്മ അടുപ്പില് വേവിക്കാൻ വെച്ച ചിക്കൻ വീട്ടമ്മ ഒരു ഫോൺ കോൾ വന്ന് അത് അറ്റൻഡ് ചെയ്യാൻ പോവുകയോ അല്ലെങ്കിൽ അപ്പുറത്ത് കോളിംഗ് ബെൽ അടിച്ച് വന്ന ഒരാളായിട്ട് സംസാരിക്കാൻ പോയി കുറച്ച് സംസാരം നീണ്ടു കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ എല്ല് വേറെ മാംസം വേറെ ആയിട്ട് വെന്ത് അലിഞ്ഞു ചേർന്ന് പോയിട്ടുണ്ടാവും. 10 മാസം പ്രായമുള്ള കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ഈസി ഡൈജസ്റ്റ് ചെയ്യുന്ന പ്രോട്ടീനാണ് ചിക്കൻ. പണ്ട് ആയുർവേദത്തിലേക്ക് പറയുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ചിക്കൻ എന്ന് പറയുന്നത് ഇന്നത്തെ സ്പീഷീസേ അല്ല. അത് കോഴി വീട്ടിൽ വളർത്തി മുട്ടയിടാതെ വയസ്സായി അതിന് കറി വെക്കാൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫൈബർ ഭയങ്കര ഹാർഡായിരിക്കും. വേവിച്ച 2 മണിക്കൂർ വേവിച്ചാൽ പോലും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അത് കടിച്ചു പറിക്കുമ്പോൾ അടുത്ത ആളുടെ കണ്ണിലും മൂക്കിലൊക്കെ കൂട്ടാന്റെ ചാറ് എരിവും ഒക്കെ തെറിക്കും. ആ രീതിയിലുള്ള കോഴിയാണ് അന്ന് കഴിച്ചിരുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കില്ല, മഞ്ഞപ്പിത്തം ചിലപ്പോൾ കൂടിയെന്ന് വരും. പക്ഷെ ഇന്നത്തെ ചിക്കൻ എന്ന് പറയുന്ന ആ സ്പീഷ്യസ് അല്ല. ബ്രോയിലർ ചിക്കൻ വളരെ അഡ്വൈസബിൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ നമ്മള് ഈ എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ, ഓയിലും ഫാറ്റും റെസ്ട്രിക്ട് ചെയ്യണം. ഉപ്പ് കുറക്കാൻ പറയണം. പിന്നെ ഇതെങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതിന് ഏറ്റവും പ്രധാനമായിട്ട് ഗുഡ് ഹൈജീനും സേഫ് സെക്സുമാണ്. അതില് ഹെപ്പാറ്റൈറ്റിസ് ബി, സി, ഡി ഇത് 3 വരുന്നത് ഒന്ന് സെക്സ് മുഖാന്തരം വരാം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വരാം, ഇഞ്ചക്ഷൻ നീഡിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് വരാം, ബാർബർ ഷാപ്പിലെ റൈസറിൽ നിന്ന് വരാം, അറിയാതെ ടൂത്ത് ബ്രഷ് മാറി ഉപയോഗിക്കുന്നത് കൊണ്ട് വരാം. അപ്പോ ഇങ്ങനെയാണ് ഇത് പകരുന്നത്. അപ്പൊ അത് പകരാതിരിക്കാൻ വേണ്ടി ഗുഡ് ഹൈജീനും സേഫ് സെക്സുമാണ്. ഇനി നിയോനാറ്റൽ ജോണ്ടിസ്, അത് നേരത്തെ പറഞ്ഞു, ഒരു ഫുൾ ടൈം ബേബിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഹാംഫുൾ ആവാറില്ല, വളരെ ഈസി ആയിട്ട് മാറിപ്പോകും. അത് നമ്മളുടെ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ കുറെ കൂടെ വേഗത്തിലും വലിയ കുഴപ്പമില്ലാതെ മാറും. ഈ ഇൻഫന്റൈൽ ജോണ്ടിസിന് ഏറ്റവും നല്ല മെഡിസിൻ എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്. ഈ സൺലൈറ്റ് എന്ന് കേട്ടതിന്റെ പേരിൽ പല ഡോക്ടേഴ്സും കുട്ടിയെ വെയിലത്ത് കിടത്താറുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല, വെയിലത്ത് കിടത്താൻ പാടില്ല. ജനലിന്റെ അടുത്ത് ജനല് തുറന്നിട്ടിട്ട് പുറത്തുനിന്ന് വരുന്ന ആ വെളിച്ചം, സൺലൈറ്റ്, സൺ ഹീറ്റ് പാടില്ല, സൺലൈറ്റ്, ആ സൺലൈറ്റ് ആണ് കുട്ടിയുടെ ദേഹത്ത് തട്ടേണ്ടത്. അത് 10 മിനിറ്റ് വെച്ചിട്ട് ദിവസം 2 നേരം. ഒരിക്കലും കുട്ടിയെ വെയിലത്ത് എക്സ്പോസ് ചെയ്യാൻ പാടില്ല. പലരും ചെറിയ കുട്ടികളായിട്ട് മഞ്ഞപ്പിത്തമുള്ളവർ വെയിലത്ത് എന്ന് ഇരിക്കുന്ന കാണാറുണ്ട്. അത് ചെയ്യാൻ പാടില്ല. സാധാരണ അതില് ഈ ജോണ്ടിസ് ഡെവലപ്പ് ചെയ്യുക ബിറ്റ്വീൻ 2nd and 4th ഡേ ആഫ്റ്റർ ബർത്ത് ആണ്. 2ാമത്തെ 4ാമത്തെ ദിവസമാണ് അവിടെ ഡെവലപ്പ് ചെയ്യുക.
4 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം 2 വീക്സ് കൊണ്ട് അത് മാറിപ്പോകും. ഈ ഇൻഫന്റൈൽ ജോണ്ടിസിന് കുട്ടിക്ക് ജോണ്ടിസ് ഉണ്ടോന്ന് അറിയാനുള്ള നമുക്ക് വേറെ കുട്ടികളെ സയൻസ് ഒന്നും കാര്യമായിട്ട് പറയും സിംറ്റംസ് ഒന്നും കിട്ടില്ല. ഒന്ന് നെറ്റിയില് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം, വിരലുകൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം വിട്ട് കഴിഞ്ഞാല് ആ കൈവച്ച ഭാഗം മഞ്ഞ കളറായിട്ടുണ്ടാവും. അതിൽ ടിപ്പ് ഓഫ് നോസ് അവിടെ പ്രസ് ചെയ്ത് വിരലുകൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കുക, വിട്ട് കഴിഞ്ഞാൽ മൂക്കിന്റെ ടിപ്പ് ഭാഗം യെല്ലോയിഷ് കളറായിട്ട് മാറിയിട്ടുണ്ടാവും. അതാണ് നമുക്ക് സിമ്പിളായിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നത്. പിന്നെ ബ്ലഡിൽ ബിലിറൂബിന്റെ അളവ് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഭക്ഷണത്തിൽ മിൽക്ക് പല ഡോക്ടേഴ്സും അഡ്വൈസ് ചെയ്യുന്നില്ല. പിന്നെ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള മിൽക്കുകൾ അവൈലബിൾ ആണ്, അത് അഡ്വൈസബിൾ ആണെന്ന് പറയുന്നു. എഗ്ഗും ഈ പേഷ്യൻസിന് ജോണ്ടിസ് ഉള്ളവർക്ക് കൊടുക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫാറ്റി ഫുഡും ഫ്രൈഡ് ഐറ്റംസും ആൽക്കഹോള് പിന്നെ സിട്രസ് ഫ്രൂട്ട്സ് ഒഴിവാക്കണം എന്നാണ്. ഓറഞ്ച് മുസബി പോലത്തെയൊക്കെ ഒഴിവാക്കണം എന്നാണ്. സ്പൈസി ഫുഡുകൾ, എരിവ് അധികമുള്ള ഭക്ഷണങ്ങൾ, കോള പെപ്സി പോലെയുള്ളവ ഒരിക്കലും കൊടുക്കരുത്. പ്രോസസ് ചെയ്ത് വരുന്ന ടിൻ ഫുഡുകൾ അത് ഉപയോഗിക്കാൻ പാടില്ല. ഉപ്പ് അധികം ചേർത്ത ഫ്രൈഡ് ഐറ്റംസ് അല്ലെങ്കിൽ ചിപ്സ് പോലത്തെ ഉള്ളത് അഡ്വൈസബിൾ അല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ലിറ്റർ എങ്കിലും വെള്ളം കുടിക്കാൻ അഡ്വൈസ് ചെയ്യാം. ചിക്കൻ കഴിക്കാം. അത് ചിക്കൻ കഴിക്കുമ്പോൾ തേങ്ങ അരച്ചും പൊരിച്ചതും ഒന്നും കൊടുക്കരുത്. അത് മുളകിട്ട് വെച്ച കറിയാണ് ചിക്കൻ കൊടുക്കേണ്ടത്. തേങ്ങ അധികം ഉപയോഗിക്കാതിരിക്കാൻ നോക്കണം. ഫിഷും അതേപോലെ തന്നെ കൊടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യണം ഫിഷ് കൊടുക്കാന്ന് പറയുമ്പോൾ ഒരിക്കലും ഷെൽഫിഷുകൾ മീൻകാരൻ കൊണ്ടുവരുന്നതാണ് ഷെൽഫിഷ്. അതായത് കക്ക, കൂന്തള്, ക്രാബ്, മറ്റേ കൂന്തള്, ഇതൊന്നും കല്ലുമക്കായ അങ്ങനത്തെ ഒന്നും ഫിഷല്ല. അത് കൊടുക്കുന്നത് കൂടുതൽ അപകടം ഉണ്ടാക്കും. ഫ്രൂട്ട്സ് നല്ലപോലെ കൊടുക്കുക. നോർമൽ ബിലിറൂബിന്റെ അളവ് എന്ന് പറയുന്നത് <0.3 ആണ്. അത് ടോട്ടൽ ബിലിറൂബിൻ ലെവല് ഞാൻ ഡയറക്റ്റ് ബിലിറൂബിന്റെ അളവാണ് പറഞ്ഞത് 0.3. ടോട്ടൽ ബിലിറൂബിൻ അതായത് ഡയറക്റ്റ് ബിലിറൂബിനും ഇൻഡയറക്റ്റ് ബിലിറൂബിനും കൂടെ കൂടിയാൽ 1, ചില ലാബിലെ മെത്തേഡ് അനുസരിച്ചിട്ട് 1.2 വരെ അത് നോർമൽ ബിലിറൂബിന്റെ അളവാണ്. പിന്നെ ലെമൺ ജ്യൂസും മറ്റേ കോക്കനട്ട് വാട്ടറും, സ്പെഷ്യലി ടെൻഡർ കോക്കനട്ട്, കരിക്കും വെള്ളം നല്ലതാണ്. ഇനി ദേഹത്ത് ചൊറിച്ചിൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റ് ഏത് മഞ്ഞപ്പിത്തം വന്ന പേഷ്യന്റിന്റെയും ആദ്യം തന്നെ നമ്മൾ അവരുടെ നഖം വെട്ടി വളരെ നഖമില്ലാത്ത വിധത്തിലാക്കുകയും അത് ആ നഖം വെട്ടിയുള്ള അര ഉപയോഗിച്ച് വളരെ സ്മൂത്ത് ആക്കി അതിന്റെ ഷാർപ്പ് എഡ്ജസ് ഒക്കെ കളഞ്ഞിരിക്കണം. കാരണം ഡയബറ്റിക് കുറച്ച് കഴിഞ്ഞാൽ ജോണ്ടിസ് കുറച്ച് കൂടിക്കഴിഞ്ഞാൽ പേഷ്യന്റ് മാന്താൻ തുടങ്ങും. ഉറക്കത്തിൽ മാന്തി വരെ പൊട്ടിക്കും. പിന്നെ അത് സെക്കൻഡറി ഇൻഫെക്ഷൻ കാരണമാവും. അതുകൊണ്ട് ഫസ്റ്റിൽ നമ്മൾ അവരുടെ നെയിൽ കട്ട് ചെയ്ത് കളയണമെന്ന് പറയാം. പിന്നെ ചൊറിച്ചിലുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു മെത്തേഡ് ഓട്ട് മീൽ ബാത്ത് എടുക്കുക എന്നുള്ളതാണ്. ഓട്സ് ഒരു കിഴിയിൽ കെട്ടിയിട്ട് വേവിച്ചിട്ട് ആ കിഴി ഒരു ബക്കറ്റിലെ വെള്ളത്തിലേക്ക് പാല് പോലെ ആ കിഴി വരും. ഈ ഓട്സ് വേവിച്ചത് കിഴിന്ന് നമുക്ക് പാല് പോലെ ഈ ഇതിലേക്ക് വീഴ്ത്താം, ബക്കറ്റിലേക്ക് വീഴ്ത്താം. ആ ബക്കറ്റിലെ വെള്ളം മേത്തൊഴിച്ച് കുളിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചിൽ അപ്പൊ തന്നെ നിൽക്കും. നല്ല റിസൾട്ടാണ്. ചിക്കൻ ബോക്സിന് ചെയ്യാം. അതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ സൂത്രപ്പണി, ഏറ്റവും എളുപ്പം, വീട്ടിലുള്ള സോഡാപ്പൊടി ഒരു ബക്കറ്റ് വെള്ളത്തിൽ 1 സ്പൂൺ സോഡാപ്പൊടി കലക്കിയിട്ട് അത് ലാസ്റ്റ് കുളിച്ചു കഴിയുമ്പോൾ മേത്തൊഴിക്കുകയാണെങ്കിൽ ഈ ചൊറിച്ചിൽ നിൽക്കും. പിന്നെ ജോണ്ടിസിന് വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിന് പ്രീ ഹെപ്പാറ്റിക്, ലിവറിന് മുമ്പുള്ള അവസ്ഥ കൊണ്ടുണ്ടാകുന്ന ജോണ്ടിസ്, ലിവറിന്റെ ഫങ്ഷൻ കുഴപ്പം കൊണ്ടുണ്ടാകുന്ന ജോണ്ടിസ്, ദാറ്റ് ഈസ് ഹെപ്പാറ്റിക് ജോണ്ടിസ്. 3 പോസ്റ്റ് ഹെപ്പാറ്റിക്, ലിവറിന്റെ പുറത്ത്, ലിവർ കഴിഞ്ഞിട്ടുള്ള ഭാഗം കൊണ്ടുള്ള കാരണം കൊണ്ടുണ്ടാകുന്ന ജോണ്ടിസ്. അതിന് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്നും സർജിക്കൽ ജോണ്ടിസ് എന്നും പറയും. പ്രീ ഹെപ്പാറ്റിക്കും ഹെപ്പാറ്റിക് ജോണ്ടിസിനെ മെഡിക്കൽ ജോണ്ടിസ് എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു.
ഇനി പ്രീ ഹെപ്പാറ്റിക്കിന്റെ അതായത് മെഡിക്കൽ ജോണ്ടിസിന്റെ പ്രത്യേകത എന്താണ്? അൺകോൺജുഗേറ്റഡ് ബിൽറൂബിൻ ആയിരിക്കും. ഈ പ്രീ ഹെപ്പാറ്റിക് കോസ് കൊണ്ടുണ്ടാവുന്ന ജോണ്ടിസിന് ബിൽറൂബിൻ ലെവല് കൂടുന്നത് അൺകോൺജുഗേറ്റഡ് ബിൽറൂബിൻ ആയിരിക്കും. ഹെപ്പാറ്റിക് കോസ് കൊണ്ടുണ്ടാവുന്നതിന് കോൺജുഗേറ്റഡ് ബിൽറൂബിനും കൂടും, അൺകോൺജുഗേറ്റഡ് ബിൽറൂബിനും കൂടും. അപ്പൊ നമുക്ക് ഹെപ്പാറ്റൈറ്റിസ് എ അത് പിടികെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ബിൽറൂബിനും ഇൻഡയറക്റ്റ് ബിൽറൂബിനും, അതായത് കോൺജുഗേറ്റഡ് ബിൽറൂബിനും അൺകോൺജുഗേറ്റഡ് ബിൽറൂബിനും രണ്ടും ഹെപ്പാറ്റിക് മഞ്ഞപ്പിത്തത്തിൽ കൂടും. പോസ്റ്റ് ഹെപ്പാറ്റിക് ആണെങ്കിൽ എന്ത് പറ്റും? അത് കോൺജുഗേറ്റഡ് ഹൈപ്പർ ബിൽറൂബിനോമിയാണ് ഉണ്ടാവുക. ഡയറക്റ്റ് ബിൽറൂബിൻ ആയിരിക്കും, കോൺജുഗേറ്റഡ് ബിൽറൂബിനാണ് പോസ്റ്റ് ഹെപ്പാറ്റിക് കോസ് കൊണ്ട് ഉണ്ടാവുന്നത്. ഇനി പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഹീമോലൈറ്റിക് അനീമിയ, ആദ്യം പറഞ്ഞ നമ്മ ഇൻഫന്റൈൽ ജോണ്ടിസ് എന്ന് പറയുന്ന അവസ്ഥ. അല്ലെങ്കിൽ മറ്റ് ചില ഇപ്പൊ തലാസ്മിയ വന്നു കഴിഞ്ഞാലും അത് വരും. അതേപോലെ തന്നെ ഗിൽബർട്ട് സിൻഡ്രോം, അത് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ആൾക്കൊരു അപകടം ഉണ്ടാവില്ല. അങ്ങനെ ഗിൽബർട്ട് സിൻഡ്രോമും ക്രിഗ്ലർ നജാർ സിൻഡ്രോമും, ഈ രണ്ട് സിൻഡ്രോമും ഉള്ളവർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു ലക്ഷണവും ഉണ്ടാവില്ല, യാതൊരു കോംപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം, അവർക്ക് ഒരു ബ്ലഡ് ഡോണർ ആവാൻ പറ്റില്ല. അവരുടെ ബ്ലഡ് ഒരു ഡോണർ എന്നുള്ള ആൾക്ക് അവർക്ക് ഒരാൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ പറയുന്ന ഹെപ്പാറ്റിക് ജോണ്ടിസ്, അതിന്റെ കാരണങ്ങൾ ഒന്ന് ആൽക്കഹോളിക് ലിവർ, രണ്ട് നേരത്തെ പറഞ്ഞ വൈറൽ ഹെപ്പാറ്റൈറ്റിസ് എ ബി സി ഡി ഇ, അത് രണ്ടാമത്തത്. പിന്നെ മെഡിസിനൽ ജോണ്ടിസ്, ചില മരുന്നുകൾ കഴിച്ചിട്ട്, അത് അലോപ്പതി മരുന്ന് മാത്രമല്ല, ചില ആയുർവേദ മരുന്നുകൾ, ചില ലാട ചികിത്സകര്, ലാടവൈദ്യന്മാരെന്നൊക്കെ ഇറങ്ങി നാട്ടിലിറങ്ങി പലർക്കും മരുന്ന് കൊടുത്തിട്ട് അവര് പ്ലംബം ലെഡൊക്കെ കൊടുത്തിട്ട് പലർക്കും ജോണ്ടിസ് ഡെവലപ്പ് ചെയ്യാം. അതുപോലെ ചില ആയുർവേദ മരുന്നുകളും അതേപോലെ തന്നെ ചില അലോപ്പതി മരുന്നുകളും, ഈവൻ പാരസെറ്റമോൾ പോലും അധികം ഉപയോഗിച്ചു കഴിഞ്ഞാൽ മെഡിസിൻ ജോണ്ടിസ് ഡെവലപ്പ് ചെയ്യും. ബ്രൂഫൺ പോലെയുള്ള മരുന്നുകൾ കഴിച്ച്, അനബോളിക് സ്റ്റെറോയിഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും മെഡിസിൻ ജോണ്ടിസ് ഡെവലപ്പ് ചെയ്യും. പിന്നെ എറിത്രി ഹീമോക്രോമാറ്റോസിസ് എന്ന് പറയുന്ന കണ്ടീഷനും, അതൊക്കെ ഹെപ്പാറ്റിക് ആണ്. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പാറ്റൈറ്റിസ്, പിന്നെ ഹെപ്പാറ്റോ സെല്ലുലാർ കാഴ്സിനോമ, ലിവറിന്റെ ക്യാൻസർ വന്നു കഴിഞ്ഞാലും അതെല്ലാം ഹെപ്പാറ്റിക് ജോണ്ടിസ് ആണ്. കുറച്ചു നേരം കേട്ടില്ല ഡോക്ടറെ. സ്പീഡ് കൂടിയ അല്ല, അല്പം സമയത്തേക്ക് കേട്ടില്ലേ? സോറി. അപ്പൊ ഞാൻ ആദ്യം കേട്ടു. കാര്യങ്ങൾ പറഞ്ഞു. ഹീമോലൈറ്റിക് അനീമിയ, ഗിൽബർട്ട് സിൻഡ്രോം, ക്രിഗ്ലർ നജാർ സിൻഡ്രോം, അതാണ് പ്രീ ഹെപ്പാറ്റിക്. അത് കഴിഞ്ഞ് മെഡിസിനൽ വരെ കേട്ടു. അത് ഹെപ്പാറ്റിക്, ആൽക്കഹോളിക് ലിവർ, വൈറൽ ഹെപ്പാറ്റൈറ്റിസ്, മെഡിസിൻ ജോണ്ടിസ്, പിന്നെ ഹെമാറ്റോക്രോമാറ്റോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ, അത് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതാണ്. അത് ലിവറിന് ഡാമേജ്, ഗ്രാജുവലി ലിവർ ഡാമേജ് ഉണ്ടാക്കും. ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പാറ്റൈറ്റിസ്. 6 ഹെപ്പാറ്റോ സെല്ലുലാർ കാഴ്സിനോമ. ഇതെല്ലാം ഹെപ്പാറ്റിക് കോസുകളാണ്. ഇനി പോസ്റ്റ് ഹെപ്പാറ്റിക് എന്ന് പറഞ്ഞിട്ട് ലിവർ കഴിഞ്ഞിട്ടുള്ള ഭാഗം, ഒന്ന് ലിവറിന് മുമ്പുള്ള കാരണങ്ങൾ, ലിവറിൻ്റെതായ കാരണങ്ങൾ, ലിവറിന് ശേഷമുള്ള കാരണങ്ങൾ. പോസ്റ്റ് ഹെപ്പാറ്റിക് നമ്പർ 1 ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഗോൾ സ്റ്റോൺസ്, പിത്താശയ സഞ്ചിയിലെ കല്ലുകൾ. ആ പിത്താശയ സഞ്ചിയിലെ ആ കല്ല് അവിടെ കിടക്കണമെങ്കിൽ യാതൊരു പ്രശ്നമില്ല. അത് എത്ര ചെറിയ കല്ലാണെങ്കിലും വലിയ കല്ലാണെങ്കിലും പ്രശ്നമില്ല. എപ്പോഴും വലിയ കല്ലാണ് തീരെ പ്രശ്നം ഉണ്ടാക്കാത്തത്. കാരണം ബൈൽ ഡക്റ്റിന്റെ ഡയാമീറ്റർ ഏതാണ്ട് 6 മില്ലിമീറ്റർ ഉള്ളൂ. 6 മില്ലിമീറ്ററിൽ താഴെയുള്ള ബൈൽ സ്റ്റോൺസ് ആണ് ഗോൾ ബ്ലാഡറിൽ നിന്ന് ബൈൽ ഡക്റ്റിലേക്ക് കയറി പോവാം. വലിപ്പം കൂടിയത്, ചിലപ്പോൾ സെന്റിമീറ്റർ കണക്കിന്, ഇഞ്ച് കണക്കിന് വലിപ്പമുള്ള ഗോൾ സ്റ്റോൺസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഒരു പേപ്പർ വെയിറ്റിന്റെ വലിപ്പത്തിൽ ഗോൾ സ്റ്റോൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത്ര വലിപ്പമുള്ള ഗോൾ സ്റ്റോൺസ് ഒരിക്കലും ബൈൽ ഡക്റ്റിലേക്ക് കയറിപ്പോവുകയും ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിന് കാരണമാകുകയും ചെയ്യാറില്ല. പിന്നെ എന്താണ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പരിങ്ങിയുള്ള ഒരു വയറുവേദന ഉണ്ടാവും. അത് ഇൻടോളറബിൾ അവർക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലാണ് വയറുവേദന വരുന്നതെങ്കിൽ
സർജറി ചെയ്ത് ഗോൾ ബ്ലാഡർ എടുത്തു കളയാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ബൈൽ ഡക്റ്റിലേക്ക് ഈ സ്റ്റോൺ കയറി പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ബൈൽ ഡക്റ്റ് ബ്ലോക്ക് ആവും. അപ്പൊ ബൈല് ഒഴുകി ഇൻഡസ്റ്റൈനിലേക്ക് പോകാതാവും. ഇൻഡസ്റ്റൈനിലേക്ക് പോകുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമൊന്നല്ല, പക്ഷെ അത് തിരിച്ച് റിട്ടേൺ ഒഴുകാൻ തുടങ്ങും. നമ്മൾക്കറിയാം, നമ്മൾ പഠിച്ചതാണ്, ബൈൽ ഡക്റ്റും പാൻക്രിയാറ്റിക് ഡക്റ്റും കൂടെ ഒന്നിച്ച് വന്നാണ് കയറുന്നത്. അപ്പോൾ ബൈൽ ഡക്റ്റിൽ നിന്ന് തിരിച്ച് ഇത് ഒഴുകിക്കഴിഞ്ഞാൽ അത് പാൻക്രിയാറ്റിക് ഡക്റ്റിലേക്ക് കയറിപ്പോകും. പാൻക്രിയാറ്റിക് ഡക്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ പാൻക്രിയാസിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പാൻക്രിയാസ് ഏതാണ്ട് ഈ തെർമോക്കോളിൽ ഇനാമൽ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ഉരുകിപ്പോവും. വാട്ടർ പെയിന്റ് മാത്രമേ ഈ തെർമോക്കോളിൽ അടിക്കുള്ളൂ. അത് ഇനാമൽ പെയിന്റ് അടിക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ മെൽറ്റ് ചെയ്ത് പോകുന്നോട്ട് പാൻക്രിയാസ് അങ്ങനെ തന്നെ നശിച്ചു പോകും. അത് പെർമനന്റ് ഡാമേജ് ഉണ്ടാക്കും. സിവിയർ അൺബെയറബിൾ പെയിൻ, ദാറ്റ് ഈസ് ഡ്യൂ ടു പാൻക്രിയാറ്റൈറ്റിസ്. പാൻക്രിയാറ്റൈറ്റിസ് ഡെവലപ്പ് ചെയ്യാൻ അൺബെയറബിൾ, ഇന്ന് വരെ അറിയപ്പെടുന്നതിൽ ഏറ്റവും മോസ്റ്റ് പെയിൻഫുൾ ഡിസീസാണ് പാൻക്രിയാറ്റൈറ്റിസ്. അതിന് കാരണവും ഇനി അവിടെ വെച്ച് നമുക്ക് ക്യൂർ ചെയ്ത ആളെ രക്ഷപ്പെടുത്താൻ പറ്റിയാലും അയാൾ അന്ന് മുതൽ പിന്നീട് ഡയബറ്റിക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വരുന്നത് ന്യൂറൽ കോസസ്. ഈ കൊളാഞ്ചിയോമ പോലെയുള്ള അസുഖങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ പോസ്റ്റ് ഹെപ്പാറ്റിക് ആണ്. സ്റ്റിക്ചേഴ്സ് വന്നാല് ബൈൽ ഡക്റ്റും അടഞ്ഞു പോവാം. സ്റ്റിക്ചർ അതിന്റെ സ്പാസം കൊണ്ട് അടഞ്ഞു പോയി കഴിഞ്ഞാല് ചില ഡ്രഗ് ഇൻഡ്യൂസ്ഡ് കോളിസ്റ്റാറ്റിസ് വന്നു കഴിഞ്ഞാലും ഈ ബൈൽ ഡക്റ്റ് ഒബ്സ്ട്രക്ട് ചെയ്യും. പിന്നെ എക്സ്ട്രാ മൂറൽ കോസുകൾ പാൻക്രിയാറ്റിക് കാഴ്ചിനോമ, അബ്ഡോമിനൽ മാസ്, ഏതെങ്കിലും വയറ്റില് വലിയൊരു മാസ്, അത് ഒരു യൂട്രൈൻ ഫൈബ്രോയിഡ് ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ സിസ്റ്റ് ആവാം, അതല്ലെങ്കിൽ ലിംഫോമ ആവാം, വയറ്റിലുള്ള വലിയ ലിംഫോമ. ഇതെല്ലാം വന്ന് അതിന്റെ പ്രഷർ കൊണ്ടും ഈ പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസ് ഡെവലപ്പ് ചെയ്യാം. ഇനി നമുക്കിന്റെ ടെസ്റ്റുകളാണ്, ബ്ലഡ് മാർക്കർ ടെസ്റ്റുകൾ എന്ന് പറയാം. ഫസ്റ്റില് നമുക്ക് ചെയ്യാവുന്നത് ബിലിറൂബിൻ ലെവലാണ്. ഈ ബിലിറൂബിൻ ലെവല് നോക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല് അതിന്റെ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ജോണ്ടിസ് എത്രമാത്രം ഡിഗ്രി അഫക്റ്റഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ്, ക്വാണ്ടിഫൈ ചെയ്യുന്ന ടെസ്റ്റാണ് ബിലിറൂബിൻ ലെവല്. ഡയറക്റ്റ് ബിലിറൂബിൻ, ഇൻഡയറക്റ്റ് ബിലിറൂബിൻ നോക്കാം. ഡയറക്റ്റ് ബിലിറൂബിൻ ആണ് കൂടുതലെങ്കിൽ ദാറ്റ് ഈസ് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, സസ്പെക്ട് ചെയ്യാം. മറ്റേ ഇൻഡയറക്റ്റ് ബിലിറൂബിൻ ആണെങ്കിൽ അത് ഇൻഫെക്റ്റീവ് ജോണ്ടിസ് ആയിരിക്കും. ഞാൻ ആൽബുമിൻ, അത് ലിവർ സിന്തസൈസിങ് ഫങ്ഷൻ, ലിവറിന്റെ ഫങ്ഷന് എത്രമാത്രം ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാനാണ് ബ്ലഡില് ആൽബുമിൻ ലെവല് നോക്കാം. പിന്നെ ലിവറിന്റെ എൻസൈമായ AST ALT, അത് പഴയ പേര് SGOT SGPT. ഒരു ലിവറിന് എത്രമാത്രം ഹെപ്പാറ്റോ സെല്ലുലാർ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയാനുള്ള മാർക്കർ ടെസ്റ്റാണ് AST ആൻഡ് ALT. പിന്നെ നോക്കാവുന്നത് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. അത് ബിലിയറി ഒബ്സ്ട്രക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ഭയങ്കരമായിട്ട് റൈസ് ചെയ്യും. പക്ഷെ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് കൂടുന്ന മറ്റ് കണ്ടീഷൻസ് ആണ് ബോൺ ഡിസീസ്, പ്രഗ്നൻസി, ചില സർട്ടൻ മാലിഗ്നൻസി സ്റ്റേജിലൊക്കെ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് കൂടും. ബോൺ ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാലും ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് വളരെയധികം ഉണ്ടാവും. ബോൺ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാലും ബോൺ TB ഉണ്ടായി കഴിഞ്ഞാലും ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് കൂടാറുണ്ട്. അപ്പൊ അതില് കുറച്ചുകൂടെ കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത് ഗമ്മ GT എന്ന് പറയുന്ന ടെസ്റ്റ് ആണ്. അത് മോർ സ്പെസിഫിക് ഫോർ ബിലിയറി ഒബ്സ്ട്രക്ഷൻ ആണ് ദാൻ ALP. ALP നോക്കുന്നതിനേക്കാളും നമ്മൾക്ക് വളരെ എഫക്റ്റീവായ റിസൾട്ട് കിട്ടുന്നതാണ് ഗമ്മ GT എന്ന് പറയുന്ന ടെസ്റ്റ്. പിന്നെ നമുക്ക് ഹെപ്പാറ്റൈറ്റിസ് A ആണോ B ആണോ എന്ന് അറിയാനുള്ള ആന്റിബോഡി ടെസ്റ്റുകൾ ചെയ്തിട്ട് ഏതാണ് വൈറസ് വന്നേക്കണമെന്നറിയാം. അപ്പൊ വൈറൽ സീറോളജി, ഹെപ്പാറ്റൈറ്റിസ് A, ഹെപ്പാറ്റൈറ്റിസ് B ആൻഡ് ഹെപ്പാറ്റൈറ്റിസ് C ആൻഡ് ഹെപ്പാറ്റൈറ്റിസ് E. ഇത് വൈറൽ സീറോളജിയിൽ നമുക്ക് അതിന്റെ ക്ലാസിഫിക്കേഷൻ, ഏത് ടൈപ്പ് വൈറസ് ആണ് രോഗിക്ക് അഫക്റ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ക്രോണിക് ലിവർ ഇഞ്ചറി ഉണ്ടാക്കുന്നതാണ് ഹെപ്പാറ്റൈറ്റിസ് B ആൻഡ് C.
അക്യൂട്ട് ലിവർ ഇഞ്ചുറി ഉണ്ടാക്കുന്നതാണ് ഹെപ്പാറ്റൈറ്റിസ് എയും ബിയും സിയും ഇയും. പക്ഷെ ക്രോണിക് ലിവർ ഇഞ്ചുറി ഉണ്ടാക്കുന്നത് ബിയും സിയും ആണ്. ഹെപ്പാറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ഗ്രാജുവലി പല പ്രാവശ്യം റിക്കറന്റ് ആയിട്ട് ഹെപ്പാറ്റൈറ്റിസ് വന്ന് അത് പിന്നീട് ഹെപ്പാറ്റിക് സിറോസിസ് ആയി, സിറോസിസ് പിന്നീട് ലിവർ ക്യാൻസർ ആയി മാറാനുള്ള സാധ്യത ഉണ്ട്. ഈ സാധ്യത ഹെപ്പാറ്റൈറ്റിസ് ബിയിനേക്കാൾ കൂടുതലുള്ളത് ഹെപ്പാറ്റൈറ്റിസ് സി ആണ്. സി അധികം ആലിഗ്നന്റ് ആയി മാറാറാണ് പതിവ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഹെപ്പാറ്റൈറ്റിസ് ഡി ഉണ്ട് ഇതിനിടയ്ക്ക്. ഡി സാധാരണ അതിന് ഒറ്റക്ക് ഒരാൾക്ക് ഒരു സിംറ്റം ഉണ്ടാക്കാനും പറ്റില്ല, ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. പക്ഷെ ഹെപ്പാറ്റൈറ്റിസ് ഡിക്ക് ഒരു കൂട്ടുകാരൻ ഹെപ്പാറ്റൈറ്റിസ് ബിയെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ പണിയും തരും. ഹെപ്പാറ്റൈറ്റിസ് ബിയും ഡിയും കൂടെ കൂടിച്ചേർന്നാൽ ട്രിപ്ലിക്കേഷൻ നടക്കാനും ഡ്യൂപ്ലിക്കേഷൻ നടക്കാനൊക്കെ സാധ്യത കൂടുതൽ അപകടാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. ഹെപ്പാറ്റൈറ്റിസ് ഡിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് തീരെ സിംറ്റം ഉണ്ടാക്കില്ല. ഹെപ്പാറ്റൈറ്റിസ് ബി വൈറസ് കടന്നുകൂടുന്നത് വരെ നമ്മൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയാൽ അറിയേയില്ല. പിന്നെ ഹെപ്പാറ്റൈറ്റിസ് ബി നമ്മൾ പകരുന്നത് എങ്ങനെയാണെന്ന് നേരത്തെ പറഞ്ഞു. സലൈവ കൂടെ വരാം, ബ്ലഡിൽ കൂടെ വരാം, സെമനിൽ കൂടെ വരാം. അതിനകത്തൊരു കോള് വന്നു വരാൻ അത് മാറ്റിയിട്ടുണ്ട്. ശരിക്കും ഹെപ്പാറ്റൈറ്റിസ് ബി വരുന്നത് സലൈവയിൽ കൂടെ, ബ്ലഡ്, സെമൻ, റേസർ, ബ്രഷ്, അതിൽ കൂടെ ഒക്കെ നേരത്തെ പറഞ്ഞു. പിന്നെ ഇഞ്ചക്റ്റഡ് നീഡിൽസ്, അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, ടാറ്റോ മാർക്ക് പച്ച കുത്തുന്നത് മുഖാന്തരം, പിന്നെ ലോങ് ടൈം ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിനും ഇത് പിടിപെടാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ മാർക്കർ ടെസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ രണ്ടാമത്തെ ഒരു കാര്യമാണ് അൾട്രാസൗണ്ട് ചെയ്തു നോക്കാം. അൾട്രാസോണോഗ്രാഫി ഓഫ് ദി അബ്ഡോമൻ, സ്പെഷ്യലി ഓൺ ലിവർ ആൻഡ് ഗോൾ ബ്ലാഡർ. പിന്നെ വരുന്ന ഒരു ടെസ്റ്റാണ് MRCP. MRCP എന്ന് പറഞ്ഞാൽ മറ്റേ മാഗ്നറ്റിക് റെസൊണൻസ് കൊളാഞ്ചിയോ പാങ്ക്രിയാറ്റോഗ്രാഫി. മാഗ്നറ്റിക് റെസൊണൻസ് കൊളാഞ്ചിയോ പാങ്ക്രിയാറ്റോഗ്രാഫി, MRCP എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. പിന്നെ ഹെപ്പാറ്റൈറ്റിസ് സി, അത് എന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് കഴിഞ്ഞാല് പേഷ്യന്റിന് യാതൊരു സിംറ്റം ഉണ്ടാക്കാതെ വർഷങ്ങളോളം ചിലപ്പോ ആ പേഷ്യന്റ് അറിയില്ല, ഒരു സിംറ്റം ഉണ്ടാക്കില്ല, അത് പോകും. അങ്ങനെ പോകുന്നത് കൊണ്ട് ഹെപ്പാറ്റൈറ്റിസ് സി അത് വൾഗറാവും, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. അത് ഡയഗ്നോസ് ചെയ്യാൻ വൈകും. അങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ വൈകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ലിവർ ക്യാൻസർ ആയി മാറും. പലപ്പോഴും ലിവർ സിറോസിസോ ക്യാൻസർ ഓഫ് ലിവറോ എത്തിക്കഴിഞ്ഞ് അത് എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ള കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് അയാൾ ഹെപ്പാറ്റൈറ്റിസ് സി വൈറസ് ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കുന്നത്. അതിനുള്ള ലക്ഷണമാണെങ്കിൽ ഒരു ഫാറ്റിക്, ഒരു തളർച്ച, ജോയിന്റ് പെയിൻ, മസിൽ വീക്ക്നെസ്, ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ. അത് നമുക്കറിയാം മറ്റെല്ലാ വൈറൽ ഡിസീസിനുണ്ടാകുന്ന പോലത്തെ ഉള്ള ലക്ഷണങ്ങൾ മാത്രമാണ്. HDVയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഡി വൈറസ് യാതൊരു പ്രശ്നം ഉണ്ടാക്കില്ല, ഹെപ്പാറ്റൈറ്റിസ് ബി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഹോമിയോപ്പതിക്ക് മെഡിസിൻ നോക്കാം. അതിനുള്ള സമയമുള്ളൂ, 9:40 അപ്പൊ ഈ ഹെപ്പാറ്റൈറ്റിസ്, ന്യൂബോൺ ഹെപ്പാറ്റൈറ്റിസ്, അതായത് ഇൻഫന്റൈൽ ഹെപ്പാറ്റൈറ്റിസിന് ബെസ്റ്റ് മരുന്ന് അക്ണൈറ്റ്. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു സൾഫർ വണ്ണം ഒരു ഡോസ് അക്ണൈറ്റ് കൊടുത്തതിന് ശേഷം ഞാൻ 2 ദിവസം അക്ണൈറ്റ് കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞ് സൾഫർ വണ്ണം ഒരു ഡോസ് കൊടുത്തിട്ട് ലൂപ്പലസ് 30 അതൊരു 5 ദിവസം 6 ദിവസം കൊടുത്തു കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് മാറിയിട്ടുണ്ടാവും. മാറാത്ത ഒരു കേസ് കിട്ടിയിട്ടില്ല. അക്കോണൈറ്റ് ഏത് പൊട്ടൻഷ്യൽ? അക്ണൈറ്റ് 30 2 days, ദെൻ സൾഫർ വണ്ണം ഒറ്റ ഡോസ്, പിന്നെ ലൂപ്പുലസ് LUPULUS ലൂപ്പുലസ് 30. ലൂപ്പുലസ് നമ്മള് 4-ാം ദിവസം മുതലാണോ ലൂപ്പുലസ് കൊടുക്കുന്നത്? അല്ല, 3-ാമത്തെ ദിവസം. 2 ദിവസം അക്ണൈറ്റ് ഉപയോഗിക്കുള്ളൂ. 3-ാമത്തെ ദിവസം സൾഫർ വണ്ണം ഒരു ഡോസ് കൊടുത്തിട്ടാണ് ലൂപ്പുലസ് കൊടുക്കുക. ലൂപ്പുലസ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പേഷ്യന്റിന്റെ കോബ് വെബ് സെൻസേഷൻ, അവിടെയൊക്കെ പിന്നെ എന്തെങ്കിലും ഉറുമ്പ മറ്റ് ചെറിയ ഇൻസെക്റ്റുകളൊക്കെ ഇഴയുന്ന പോലത്തെ ഫീലിംഗ്, മുഖത്തും കലാടിയത്തിനുള്ള പോലെ കോബ് വെബ് സെൻസേഷനാണ് നമ്മൾ ലൂപ്പുലസ് കൂടുതൽ ഉപയോഗിക്കുക.
പിന്നെ ലെപ്റ്റാൻഡ്ര, നെക്സോമിക്ക, അതൊന്നും ഇൻഫന്റൈൽ ജോണ്ടിസിനല്ല. ഇൻഫന്റൈൽ ജോണ്ടിസിന് ഈ അക്കഡൈറ്റ്, സൾഫർ, ലൂപ്പിലസ്, അതുകൊണ്ട് തന്നെ അത് മാറിപ്പോവും. അപ്പുറം ചില കേസുകൾക്ക് മെർസോളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ സിംറ്റം കണ്ടിട്ട്. പിന്നെ ലെപ്റ്റാൻഡ്ര, നെക്സോമിക്ക, ചിലോൺ, ചിലിഡോണിയം, കാർഡസ്മാർ, ചൈന, ഫോസ്ഫറസ്, ബ്രയോണിയ, ലൈക്കോപോഡിയം, മെർസോള്, നാട്രൻ സൾഫ്, ഓഡോഫില്ലം, ചിയോനന്തസ്, ആഴ്സനിക് ആൽബ്, ബെൽഡോണ, ഇത്തരം മരുന്നുകൾ അതിൽ വരാറുണ്ട്. ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഓ, ലെഫ്റ്റ് ഒന്നും കൂടെ ആ ലിസ്റ്റ് ഒന്ന് പറയാമോ? കുറച്ചുകൂടെ സമാധാനപ്പെടണ. ലെപ്റ്റാൻഡ്ര, നെക്സോമിക്ക, നെക്സോമിക്ക, ചിലോൺ, CHELON, ചിലോൺ, ചെലിഡോണിയം, കാർഡസ്മാർ. ഞാനൊക്കെ ചെലിഡോണിയത്തിലും കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത് കാർഡസ്മാർ ആണ്. പിന്നെ ചൈന, ഫോസ്ഫറസ് വളരെ നല്ല റെമഡിയാണ്. ബ്രയോണിയ, ഒട്ടും മറന്നു പോകരുത്. എപ്പോഴും ബ്രയോണിയുടെ സിംറ്റം ബോഡി പെയിനും ദാഹവും ഇതൊക്കെ പേഷ്യന്റ് പറയും, കാണിക്കുകയും ചെയ്യും. ലൈക്കോപ്പൊടിയം നമുക്ക് എല്ലാവർക്കും അറിയാം, ലിവർ റെമഡിയാണ്. റൈറ്റ് സൈഡിൽ മെർസോള്, നാട്രൻ സൾഫ്, ഓഡോഫില്ലം, ഓഡോഫില്ലം പേഷ്യന്റ് എപ്പോഴും വയറ്റത്ത് ഇങ്ങനെ കൈകൊണ്ട് തടയിക്കൊണ്ടിരിക്കും. അതാണ് അതിന്റെ ഒരു വന്ന് നമ്മളോട് നമ്മളുടെ അടുത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോവുകയാണെങ്കിലും പേഷ്യന്റ് വയറുമ കൈകൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ തടയിക്കൊണ്ട് ഇരുന്നിട്ടായിരിക്കും പുള്ളി സിംറ്റം നമ്മളുടെ അടുത്ത് നാരേറ്റ് ചെയ്യുക. പിന്നെ ചിയോനന്തസിന്റെ പ്രത്യേകത അൺബെയറബിൾ ഹെഡേക്ക് ആണ്. ഞാനത് ഒന്നും കൂടെ പറയാം, കുറച്ച് മെഡിസിന്റെ കാര്യം, സിംറ്റംസ് പറയാം. പിന്നെ ആഴ്സനിക് ആൽബ്, ബെൽഡോണ, പിന്നെ മെഗ്നീഷ്യം മുറ്. മെഗ്നീഷ്യം മുറ് പിന്നെ അതിന് ഡോക്ടർ മുബാറക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഗ്നീഷ്യം മുറ് നമ്മുടെ തെങ്ങിന് മഞ്ഞപ്പിത്തം പിടിക്കും, ഓല മഞ്ഞച്ചിരിക്കുന്ന അവസ്ഥയിൽ. അത് മാറാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചർ ഓഫീസർമാര് നമുക്ക് പറഞ്ഞു തരുന്ന സാധനമാണ് മെഗ്നീഷ്യം ഇട്ട് കൊടുക്കാൻ പറയും തെങ്ങിന്. അപ്പൊ ആ തെങ്ങിന്റെ മഞ്ഞപ്പിത്തം മാറിപ്പോകും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ മെഡിസിൻ എന്നുള്ളതൊക്കെ മെഗ്നീഷ്യം മുറ്. പിന്നെ ചിന്നമാഴ്സ് അത് പ്രോസ്ട്രേഷൻ കൊണ്ട് ഭയങ്കര എക്സ്ട്രീം പ്രോസ്ട്രേഷൻ ആയിരിക്കും ചിന്നാഴ്സിന്. ഫുഡ് പോയിസണിങ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഇതിന് കൊടുക്കാൻ പറ്റിയതാണ് ചിന്നമാഴ്സ്. പിന്നെ ചില ജോണ്ടിസ് വന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും കൊല്ലങ്ങളോളം ബിൽറുബിൻ ലെവല് 2ഉം 2.4ഉം ചിലപ്പോൾ അപ് ടു 3 വരെ നിൽക്കും. അത് എത്ര മരുന്ന് കൊടുത്താലും ചിലപ്പോൾ ബിൽറുബിൻ ലെവൽ ഇങ്ങനെ. അപ്പൊ നമ്മൾ ചോദിക്കാം, മുമ്പ് മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അവരുടെ ബിൽറുബിൻ ലെവൽ കുറയാനായിട്ട് വേറെ മരുന്നൊന്നും വേണ്ട എന്ന് പറയും. അത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി അത് സ്വീകരിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. 20 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ സ്വീകരിക്കാൻ ചെയ്യാമെന്നും പറയുന്നുണ്ട്. അത് മാറാനായിട്ട്, അത് കുറയാനായിട്ട് കാഴ്സിനോസിൻ വണ്ണം ഇടയ്ക്ക് ഒരേ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ജോണ്ടിസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ബിൽറൂബിൻ ലെവല് കൂടാതിരുന്നോളും. പിന്നെ ടിനോസ്പൊറ, നമുക്കറിയാം ടിനോസ്പൊറ ഒരു ലിവർ റെമഡിയാണ്, ബ്രെയിൻ റെമഡിയാണ്, റീനൽ റെമഡിയാണ്. അത് അതിനെ കുറിച്ച് പറയാം. ലെപ്റ്റാൻഡ്ര, പിന്നെ മറ്റൊരു മെഡിസിനാണ് ലെപ്റ്റാൻഡ്ര. പിന്നെ ബാപ്റ്റീഷ്യ കൊടുക്കാൻ കാരണം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് പനി വിടുന്നില്ല. പനി വിടാതാവുന്നത് പലപ്പോഴും ഈ ജോണ്ടിസ് വരുന്ന സമയത്ത് അവർ സെൽഫായിട്ടോ അല്ലെങ്കിൽ മറ്റേ ഡോക്ടർമാരുടെ അടുത്ത് പോയോ പാരസെറ്റമോൾ പോലെയുള്ള മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ പനി ഹൈ ആയിട്ട് നിൽക്കും. അത് കൂടുതൽ പാരസെറ്റമോൾ പോലത്തെ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതുകൊണ്ട് കുറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെഫ്താൽ പോലത്തെ മരുന്നുകൾ കൊടുക്കും. ഇത് രണ്ടും ലിവറിന് കൂടുതൽ അഫക്റ്റഡ് ആക്കുകയും ചെയ്യും, പനി കൂടുകയും ചെയ്യും. അങ്ങനെയുള്ള കേസുകൾക്ക് ബാക്ടീഷ്യ കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. പിന്നെ പിക്രിക് ആസിഡ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല മഞ്ഞ കളറുള്ള ഒരു, നമ്മുടെ കെമിസ്ട്രി ലാബിലൊക്കെ നമ്മൾ പിക്രിക് ആസിഡ് എടുത്ത് കൈമ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡ്രസ്സും ആയി കഴിഞ്ഞാൽ എത്ര ചെയ്താലും അതിന്റെ മഞ്ഞ കളർ പോവില്ല.
നന്നായിട്ട് സ്റ്റെയിൻ ചെയ്ത് കയ്യിലും ഡ്രസ്സിലൊക്കെ നിൽക്കും. അതേപോലെ തന്നെ പിക്രിക് ആസിഡ് നമ്മൾ ഇതുപോലത്തെ ഒരു ഇൻഡിക്കേഷൻ വെച്ചിട്ട് കൊടുക്കണം. പിന്നെ മൈറിക്ക, ക്രോണിക് ലിവർ ഡിസീസ് ആയിട്ട് നിൽക്കുന്നവർക്ക് നല്ലൊരു റെമഡിയാണ് മൈറിക്ക. പിന്നെ നമ്മ കീഴാർനെല്ലി എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കും. കീഴാർനെല്ലി നമ്മുടെ ഭാഗത്ത് ലിവറിനല്ല കൂടുതൽ ഇൻഡിക്കേഷൻ പറയുന്നത്. അത് ഞാൻ പറയാം. ഫിലാന്തസ് ന്യൂറി എന്ന് പറയുന്ന മരുന്നാണ് കീഴാർനെല്ലി. നമുക്കിപ്പോ അത് നമ്മളെ ഫാർമസിയിലൊക്കെ ഫിലാന്തസ് ധാരാളം വാങ്ങിക്കാൻ കിട്ടാറുണ്ട്. പിന്നെ ചിയോനാന്തസ് വോമിറ്റിങ്ങും കോൺസ്റ്റിപ്പേഷനും സ്പ്ലെനിക് എൻലാർജ്മെന്റ്, സ്പ്ലീനിന്റെ എൻലാർജ്മെന്റും കൂടെ കാണിക്കാനുണ്ടെങ്കിൽ ചിയോനാന്തസ് കൊടുക്കാം. സിവിയർ അൺബെയറബിൾ ഹെഡ് ഏക്ക് ആയിരിക്കും ചിയാനന്തസിന്റെ പ്രത്യേകത. ഛർദി ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, സ്പ്ലെയിൻ എൻലാർജ് ചെയ്തിരിക്കാൻ സ്പ്ലെനിക് ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. പിന്നെ സൊളാന നൈഗ്രം, നമ്മുടെ രാജ ഡോക്ടർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മണിത്തക്കാളി. അത് സൊളാന നൈഗ്രം എന്ന് പറയുന്നത് ജോണ്ടീസിന് മാത്രമല്ല എല്ലാ ലിവർ ഡിസീസിനും കൊടുക്കാവുന്ന മരുന്നാണ് സൊളാന നൈഗ്രം. അത് ലിവർ ക്യാൻസറിനും വളരെ ഇൻഡിക്കേറ്റഡ് ആണ്. RCC തിരുവനന്തപുരത്ത് ലിവർ ക്യാൻസറിന് ഈ മണിത്തക്കാളി ഒരു നല്ല മരുന്നായിട്ട് അവർ കണ്ടുപിടിച്ച് അവർ അത് പത്രത്തിൽ കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നെ കോസിയ അമാര എന്ന് പറഞ്ഞിട്ട് QUASSIA അമാര, കോസിയ അമാര, അത് സിറോസിസ് വിത്ത് അസൈറ്റിസിന് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മളെല്ലാവരും കണ്ണും പൊട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നാണ് ചെൽഡോണിയം. ഞാൻ ചെൽഡോണിയം അത്ര അധികം കൊടുക്കാറില്ല, വളരെ ചുരുക്കം കൊടുത്തിട്ടുള്ളൂ. അത് എന്റെ പ്രത്യേകത ഇതാണ്, കോൺസ്റ്റന്റ് പെയിൻ അണ്ടർ ദി ഇൻഫീരിയർ ആംഗിൾ ഓഫ് റൈറ്റ് സ്കാപ്പുല. റൈറ്റ് സ്കാപ്പുലയുടെ ഇൻഫീരിയർ ആംഗിളിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പെയിൻ ഉണ്ടാവും. പിന്നെ ചെൽഡോണിയത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, നാക്ക് നീട്ടിയിട്ട് പല്ലുകൊണ്ട് അമർത്തി കഴിഞ്ഞാൽ നാക്ക് പല്ലിന്റെ ഇംപ്രഷൻ പതിയും. അത് 2 ലക്ഷണം മെയിനായിട്ട് കാണിക്കണമെങ്കിൽ ചെൽഡോണിയം കൊടുക്കാം. നെക്സോമിക്ക വിത്ത് ഡയേറിയ വരികയാണെങ്കിലാണ് നെക്സോമിക്കയുടെ ഇൻഡിക്കേഷൻ വരുന്നത്. പിന്നെ ആ ഡയേറിയക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പേഷ്യന്റ് പോയി ഡിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാലും ആ പേഷ്യന്റിന് തോന്നുന്നത് ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റഡ്, ഇൻകംപ്ലീറ്റ് ഫീലിങ്ങും അൺസാറ്റിസ്ഫൈഡ് ഫീലിംഗും ആയിരിക്കും നെക്സോമിക്കക്ക്. ഡയറിയ ആയാലും ആ നോർമൽ സ്റ്റൂളിലാണെങ്കിലും ഉണ്ടാവുന്ന പ്രധാന ലക്ഷണം. പിന്നെ ചൈന, ഗ്രേറ്റ് വീക്ക്നെസ് ആൻഡ് ആൽക്കഹോളിക് ലിവറിന് ഉപയോഗിക്കാവുന്ന, മദ്യം കഴിച്ചിട്ടാണ് ജോണ്ടിസ് വന്നതെന്ന് പറയുന്ന കേസുകൾക്ക് നമുക്ക് ചൈന ടിഞ്ചർ കൊടുക്കാം. ആ പേഷ്യന്റ് ഗ്രേറ്റ് വീക്ക്നെസ്, അതും ഒരു പ്രധാന ലക്ഷണമാണ്. പിന്നെ പുവർ ഡയറ്റ്, അതായത് ഭക്ഷണം ശരിക്ക് കഴിക്കാതെ വന്നിട്ട് ലിവർ SGOT SGPT കൂടി ഫാറ്റി ലിവർ വന്ന് ജോണ്ടിസ് ഡെവലപ്പ് ചെയ്യുന്ന ആ കേസുകൾക്ക് ചൈന വളരെ ഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ ഫോസ്ഫറസ്, നമുക്കറിയാം ഗ്രേറ്റ് വീക്ക്നെസ് ആണ് അതിന്റെ പ്രധാന ലക്ഷണം. അത് പെയിലായിരിക്കും, പേഷ്യന്റ് പെയില് അനീമിക്കായിരിക്കും, പെയിലായിരിക്കും, വിളറിയിരിക്കും. പ്രത്യേകിച്ച് ടോയ്ലറ്റിൽ പോയി വന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് ഓടി വന്ന് കട്ടിലുമ്പോ കിടക്കും, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡറുടെ കൈമ കയറി പിടിച്ച് അയാളുടെ കൈമ തൂങ്ങി വന്നിട്ട് പെട്ടെന്ന് കിടക്കും. ടോയ്ലറ്റിൽ പോയി വന്നാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. ഫോസ്ഫറസ്. പിന്നെ മെഗ്നീഷ്യം പുറം, നേരത്തെ നമ്മൾ പറഞ്ഞു, അതിന്റെ പ്രത്യേകത പൂർ അപ്പിറ്റേറ്റ് ആണ്. അതിപ്പോ ജോണ്ടിസ് വന്നു കഴിഞ്ഞാൽ പൊതുവെ പൂർ അപ്പിറ്റേറ്റ് ആണ്. പിന്നെ ഇറക്ടേഷൻസ്, റോട്ടൻ എഗ്, മുട്ട, ചീഞ്ഞ മുട്ട കഴിച്ചാല് കെട്ടി എടുക്കുന്ന പോലത്തെ റോട്ടൻ എഗിന്റെ ടേസ്റ്റ് വായിലേക്ക് വരുന്ന എന്നുള്ളതാണ് മെഗ്നീഷ്യം മുറിന്റെ പ്രത്യേകത. അത് ജോണ്ടീസ് ആണെങ്കിലും ജോണ്ടീസ് ഇല്ലെങ്കിലും അത് ഉണ്ടാവും. ക്യാൻഡ് ഡൈജസ്റ്റ് മിൽക്ക്, പാല് ടോളറേറ്റ് ചെയ്യില്ല, പാല് കഴിക്കാൻ പറ്റില്ല, പാല് കുടിച്ചാൽ വയറ്റിളക്കം, പാല് കുടിച്ചാൽ ഛർദ്ദിക്കുക. പിന്നെ മെഗ്നീഷ്യം മുറിന്റെ ഒരു പ്രത്യേകത, വായിൽ എപ്പോഴും ഇങ്ങനെ തുപ്പല് പോലെ വന്നുകൊണ്ടിരിക്കും, പത. അപ്പൊ എപ്പോഴും വായിന്ന് ഈ പത പോലെ വന്നിട്ട് അത് തുപ്പാൻ എഴുന്നേറ്റ് പോകും. ലിവർ എൻലാർജ് ചെയ്തിരിക്കും, ബ്ലോട്ടിങ് അബ്ഡോമൻ ആയിരിക്കും.
പിന്നെ ഈ മാഗ്നീഷ്യം കൊണ്ട് ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ നേരത്ത് വയറുമ്മ പിടിച്ച് അമർത്തി വയറിനെ പ്രസ് ചെയ്ത് കൊടുത്താലാണ് മൂത്രം ശരിക്കും പോവുള്ളൂ എന്ന് അവര് പറയും. പിന്നെ ചിന്നമാൾസ് നല്ല മരുന്നാണ്. ചിന്നമാൾസ് ശരിക്ക് ജോണ്ടിസിന്റെ പനി മാറിയില്ലെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന മരുന്നാണ്. നേരത്തെ പറഞ്ഞ ബാപ്റ്റിഷ് അത് അലോപ്പതി ചികിത്സ ചെയ്തിട്ട് പനി മാറുന്നില്ല എന്ന് പറഞ്ഞ് വരുന്നവർക്ക് കൊടുക്കണം. മറ്റേത് നോർമൽ കേസിൽ തന്നെ ചിന്നമാൾസ് ഹൈ ഫീവർ കണ്ടിന്യൂ ചെയ്യുക, അതിന്റെ ഒപ്പം തന്നെ ചില്ലുണ്ടാവാം, തലവേദന ഉണ്ടാവാം, ഭയങ്കര ക്ഷീണം, പ്രോസ്ട്രേഷൻ ഉണ്ടാവാം, ന്യൂറാൾജിയ അതൊരു ഇമ്പോർട്ടന്റ് സിംറ്റമാണ്. ന്യൂറാൾജിയ, മൈഗ്രെയിൻ. അതുപോലെ തന്നെ ചിന്നമാൾസ് ആസ്മാറ്റിക് കേസിലും നമുക്ക് കൊടുക്കുന്ന മരുന്നാണ്. പിന്നെ ടിനോസ്പോറ നേരത്തെ ഞാൻ പറഞ്ഞു. ടിനോസ്പോറ ഒരു വൈഡ് റേഞ്ച് ആക്ഷൻ, ഡയബറ്റിക്കാർക്ക് കൊടുക്കാം, ഡിസ്ലിപ്പിഡീമിയ കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് കൊടുക്കാം, അലർജിക്ക് റിനൈറ്റിസ് ഉണ്ടെങ്കിൽ, സ്റ്റൊമക്ക് അപ്സെറ്റ് ആയി കഴിഞ്ഞാല്, ഇനി ഈവൻ ഗൗട്ട്, യൂറിക് ആസിഡ് കൂടിയിട്ട് ഗൗട്ട് ഉണ്ടായാല്, ലിംഫോമ ഉണ്ടായാല്, ക്യാൻസർ പേഷ്യൻസിന്, റുമറ്റോഡ് ആർത്രൈറ്റിസ് ഉണ്ടായാല്, ഹെപ്പാറ്റൈറ്റിസ് ഉണ്ടായാല്, പെപ്റ്റിക് അൾസറിന്, ഫീവർ, ഗൊണോറിയ, സിഫിലിസ്, ഫോർ ബൂസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മളുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ടിനോസ്പോറ. ബോഡി പെയിനും ഇപ്പൊ വരാൻ പോകുന്ന ഡെങ്കു പനിക്ക് ഏറ്റവും നല്ല, ഡെങ്കു ഫീവർ വിത്ത് തോംബോസൈറ്റോപീനിയ, മറ്റ് ലക്ഷണങ്ങളൊന്നും നമുക്ക് കിട്ടി പിറ്റോറിയ പോലത്തേക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അതല്ലെങ്കിൽ ടിനോസ്പോറ കൊടുക്കാം. ഡെങ്കു ഫീവർ വിത്ത് തോംബോസൈറ്റോപീനിയ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഡയബറ്റിക്, ഡിസ്ലിപ്പിഡീമിയ, അലർജിക് റിനൈറ്റിസ്, സ്റ്റൊമക് ഏക്ക്, അപ്സെറ്റ്, ഗ്യാസ്ട്രിക് അപ്സെറ്റ്, ഗൗട്ട്, ലിംഫോമ, ക്യാൻസർ, റുമറ്റോഡ് ആർത്രൈറ്റിസ്, ഹെപ്പാറ്റൈറ്റിസ്, പെപ്റ്റിക് അൾസർ, ഫീവർ, ഗൊണോറിയ, സിഫിലിസ്, ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ലെഫ്റ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ടാറി സ്റ്റൂൾ ആയിരിക്കും, അൺഡൈജസ്റ്റഡ് സ്റ്റൂൾ ആയിരിക്കും. പിന്നെ കുളിര് വരുന്നത് നട്ടെല്ലിന്റെ പുറകെ കൂടെ, സ്പൈനിൽ കൂടെ കീപ്പോട്ട് കുളിര് വരുന്ന, നട്ടെല്ല് നിന്ന് കുളിര് വരുന്ന ഫീലിംഗ് അവർ പറയും. നാവിന്റെ സെൻട്രൽ ഭാഗത്ത് കറുപ്പ് ഡെവലപ്പ് ചെയ്യും. ബിലിയസ് ടൈഫോയിഡ് ഫീവറിന്, കയ്പുനീര് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ടൈഫോയിഡ് ഫീവറിനും ലെഫ്റ്റ് ഹാൻഡ് ഇൻഡിക്കേറ്റഡ് ആണ്. അതുപോലെ തന്നെ ലിവറിനെ സംബന്ധിച്ചും ഗോൾ ബ്ലാഡർ സംബന്ധിച്ചുണ്ടാകുന്ന മിക്കവാറും എല്ലാ ലിവർ ഡിസോർഡേഴ്സിനും ലെഫ്റ്റ് ഹാൻഡ് ടിഞ്ചർ ഇൻഡിക്കേറ്റഡ് ആണ്. പിക്രിക് ആസിഡ് നേരത്തെ നമ്മൾ പറഞ്ഞാൽ അതിന് മഞ്ഞ കളർ കയ്യിൽ സ്റ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഡ്രസ്സിൽ സ്റ്റെയിൻ ചെയ്താൽ പോവില്ല. പക്ഷെ അതിന്റെ സിംറ്റം മെന്റൽ ആൻഡ് ഫിസിക്കലി ഫാറ്റീഗ് ആയിരിക്കും. ന്യൂറാൾജിയ ഉണ്ടാവും, അത് ഫേസിലും ഹെഡിലും വരുന്ന ഫേഷ്യൽ ന്യൂറാൾജിയ ആവാം, അല്ലെങ്കിൽ ട്രൈജമിനൽ ന്യൂറാൾജിയ ആവാം. ആ ന്യൂറാൾജിയ കേസുകളിലൊക്കെ പിക്രിക് ആസിഡ് ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരും. പിന്നെ ഒരു നല്ല മെഡിസിനാണ് മൈർക്ക. അത് ഫസ്റ്റ് സ്റ്റേജിലല്ല മൈർക്ക ഒരാഴ്ച കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് മൈർക്ക ഉപയോഗിക്കാം. ക്രോണിക് ജോണ്ടിസ് വിത്ത് ഗുഡ് അപ്പിറ്റേറ്റ്. ഈ മൈർക്കയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അപ്പിറ്റേറ്റ് ഒക്കെ വന്നും ആള് നല്ല വിശപ്പുണ്ട്, അപ്പോ ജോണ്ടിസ് ഒക്കെ മാറി എന്ന് വിചാരിക്കും. പക്ഷെ ബിൽറുബിൻ ലെവൽ കുറച്ച് ഹൈ ആയിട്ട് നിൽക്കും. അങ്ങനെയുള്ള കേസുകൾക്ക് മൈർക്ക കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും സ്പീഡിൽ കുറഞ്ഞോളും. പിന്നെ നമ്മ പറഞ്ഞ കീഴാർനെല്ലി, ഫിലാന്തസ് നിറൂറി എന്നാണ് അതിനെ പറയുന്നത്. ഫിലാന്തസ് നിറൂറി, കീഴാർനെല്ലി. കിഡ്നി സ്റ്റോണിന് വേണ്ടിയാണ് നമ്മൾ ഹോമിയോപ്പതിക്ക് മെറ്റീരിയൽ മേടിക്കാലും മുഴുവൻ. ആയുർവേദക്കാരൻ അത് ജോണ്ടിസിന് പാലി കലക്കി കൊടുക്കുന്നതായിട്ട് പറയും. നമ്മളുടെ അത് കിഡ്നി സ്റ്റോണിന് ഒരു നല്ല അസല് മെഡിസിൻ ആയിട്ട് പറയുന്നു. പിന്നെ ലിവറിനും സ്പ്ലീനിനും കൊടുക്കും എന്നുള്ളത് വേറെ കാര്യം. എന്നാലും മെയിനായിട്ട് നമ്മൾക്ക് റീനൽ സ്റ്റോൺ പോകാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ലിത്തോട്രിപ്സി ചെയ്തിട്ട് കിഡ്നിയിലെ കല്ല് പൊടിച്ചു കളഞ്ഞു കഴിഞ്ഞ് വരുന്നവർക്ക് അതിൽ ഫ്രാഗ്മെന്റ്സ് അവിടെ കിടപ്പുണ്ടാവും, അത് പോകാനായിട്ട് കൊടുക്കാവുന്ന നല്ല മരുന്നാണ് ഫിലാന്തസ്. പിന്നെ ചിയോനാന്തസ് നേരത്തെ പറഞ്ഞു തന്നാൽ ലിവർ ഡിസോർഡേഴ്സ്, ജോണ്ടിസ്, ഗോൾ ബ്ലാഡർ സപ്പോർട്ട്, ഇതെല്ലാം അതിന് വരുന്നത്. ഹെഡ് ഏക്ക് വിത്ത് ബിലിയസ് വൊമിറ്റിംഗ്. അമേരിക്കൻ സ്റ്റേറ്റിലൊക്കെ കാണുന്ന ഒരു കുറ്റിച്ചെടിയാണ്, വെളുത്ത പൂക്കളുള്ള, അവര് ഗാർഡനിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഒരു ചെടിയാണ് ചിയോനാന്തസ് എന്ന് പറയുന്നത്.
പിന്നെ കോസിയ അമാറ അനുറക്സിയ, ഇൻഡൈജഷൻ, കോൺസ്റ്റിപ്പേഷൻ, ഫീവർ. പിന്നെ കോസിയ അമാറ നമുക്ക് കൊടുക്കുന്ന എല്ലാ ടൈപ്പ് വേംസിനും കൊടുക്കും. വേംസ് ആയാലും റണ്ട് വേംസ് ആണെങ്കിലും ഇതും. ഇപ്പൊ ഇതിനെ കുറിച്ചുള്ള ക്ലാസ് ഇത്ര ഉള്ളൂ. പിന്നെ ജോണ്ടിസിനെ കുറിച്ച് ഞാൻ ട്രീറ്റ് ചെയ്ത അനുഭവങ്ങളുണ്ട് കുറച്ച്. അത് പറയാനുള്ള നേരമില്ല. ഇത് തന്നെ ഇത്രയും ഓടിച്ച് തീർത്തത് കൊണ്ട് പിന്നെ മിറാക്കിൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ആണെങ്കിലും ഒരെണ്ണം മാത്രം പറയാം. ഒരു ജോണി എന്ന് പറഞ്ഞൊരു പേഷ്യന്റ് എന്റെ അടുത്ത് വന്നിരുന്നു. അയാള് മഞ്ഞപ്പിത്തം. അപ്പൊ ഡയഗ്നോസ് ചെയ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി വിട്ട് കഴിഞ്ഞപ്പോ അയാൾക്ക് മഞ്ഞപ്പിത്തം ഉണ്ട്. ഞാൻ ഈ മരുന്നൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴാണ് പിന്നെ അയാളുടെ ലക്ഷണം. അയാള് പോഡോഫില്ലാണ് കൊടുത്തത്. പോഡോഫിലും തൂജയും കൊടുത്തോട്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറഞ്ഞ് ഈ പീലിംഗ് സെന്ററിൽ നിന്ന് ചെമ്മീൻ പീൽ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ചെമ്മീൻ മേടിച്ച് കഴിച്ചിട്ട് വയറ്റിളക്കം എന്നാണ് പറഞ്ഞത്. ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ബിൽറൂബിൻ ലെവൽ ഉണ്ട്. അപ്പൊ നോക്കുമ്പോൾ അത് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടീസ് ആണ്. കാരണം ഡയറക്റ്റ് ബിൽറൂബിനാണ് കൂടുതൽ, ഇൻഡയറക്റ്റ് ബിൽറൂബിന്റെ അളവ് കുറവ്. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞോട്ട് ബൈൽ ഡക്റ്റിലേക്ക് കയറി അത് പിന്നെ പാങ്ക്രിയാറ്റിക് ഡക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പാങ്ക്രിയാറ്റൈറ്റിസ് ഡെവലപ്പ് ചെയ്യും, അപകടമാണ്. അപ്പൊ അയാൾക്ക് 2 ആൺകുട്ടികളാണെന്ന് അവരോട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടീസ് ആണ്, സർജിക്കൽ കേസ് ആണ് എന്നോ. അപ്പൊ അവരുടെ അടുത്ത ബന്ധുവിനെ വിളിച്ച്, അപ്പൊ പിറ്റേ ദിവസം തന്നെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഞാൻ തന്നെ ബുക്ക് ചെയ്ത് കൊടുത്തു. അവരുടെ ബന്ധുവിനെ വിളിച്ചപ്പോൾ പറഞ്ഞു നാളെക്കൊന്നും വെക്കണ്ട, ഇന്ന് തന്നെ കൊണ്ടുപോയിക്കോ, ഭയങ്കര സീരിയസ് ആണ്, ബുദ്ധിമുട്ടാണെന്ന് ഒരു അലോപ്പതി ഡോക്ടർ അവരുടെ ബന്ധു പറഞ്ഞു. അപ്പൊ അവരെന്നെ വിളിച്ച് ഇന്ന് രാത്രി കൊണ്ട്. ഞാൻ പറഞ്ഞു രാത്രി കൊണ്ടുപോയിട്ട് അവർ ആരും നോക്കാനുണ്ടാവില്ല, നാളെ കാണിച്ചാൽ മതി. മാത്രമല്ല അവിടെ ചെല്ലുമ്പോൾ കോവിഡ് ഒക്കെ ചെക്ക് ചെയ്യാതെ അവർ കയറ്റയില്ല. അപ്പൊ കോവിഡ് ചെക്ക് ചെയ്തിട്ടേ കയറ്റുള്ളൂ. പറഞ്ഞ പോലെ തന്നെ പിറ്റേ ദിവസം അവരവിടെ എത്തിയപ്പോ ഇയാൾക്ക് കോവിഡ് പോസിറ്റീവാണ്. എന്റെ അടുത്തിരുന്ന് ഞാൻ തന്നെ പേഷ്യന്റിനെ നോക്കിയും അയാളുടെ ബ്ലഡ് ഷുഗർ, അയാൾ ഡയബറ്റിക് ആണ്, ബ്ലഡ് ഷുഗർ നോക്കിയത് ബ്ലഡ് ഷുഗറും കൂടുതലാണ്. അടുത്തിരുന്ന് സംസാരിച്ച് ഇവർക്ക് ഇതിന്റെ കോംപ്ലിക്കേഷൻ ഒക്കെ പറഞ്ഞു വിട്ടതാണ്. അപ്പൊ ഇയാളുടെ ഭാര്യയുടെ നോക്കി, ഭാര്യക്കും കോവിഡ് പോസിറ്റീവാണ്. അപ്പൊ അവര് പറഞ്ഞു കോവിഡ് ഇവിടെ ഉള്ളപ്പോ സമയത്ത് ഇവിടെ രാജ്യത്ത് തുടക്കത്തിലാണ്, കോവിഡ് തുടങ്ങിയ സമയത്താണ് അവർ അഡ്മിറ്റ് ചെയ്യാൻ കൂട്ടാക്കിയില്ല രാജഗിരിയില്. അഡ്മിറ്റ് ചെയ്യാൻ 20,000 rupees പെർ ഡേ വേണം. അപ്പൊ 10-20 ദിവസം കിടന്നു വരുമ്പോൾ അത് ഒരു 4 ലക്ഷം രൂപ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ സർജറി, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിന്റെ സർജറി വേറെ ചെയ്യണം. അപ്പൊ അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ കൊടുങ്ങല്ലൂർ ഈ ഭാഗത്തൊന്നും കിട്ടിയില്ല. ഗുരുവായൂർ അടുത്ത് ചാവക്കാടുള്ള ഒരു ആസ്പത്രിയിലാണ് അവർക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പൊ ഞാൻ ഈ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിനുള്ള മരുന്ന് കൊടുത്തിരുന്നു, കാർഡസ്മാറും കൊടുത്തിരുന്നു. ആദ്യം പുഴവിലും കൊടുത്തു, പിന്നെ ആ ഡയറിയ നിന്ന് കഴിഞ്ഞപ്പോ കാർഡസ്മാർ. ഇയാൾ അവിടെ പോയി അത് കഴിച്ച്, അപ്പൊ അയാൾ എന്നെ വിളിക്കും ഇങ്ങനെ നല്ല വിശപ്പുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ എണ്ണയിൽ വറുത്ത സവാളയുടെ ഉഴുന്നോടെ ഒക്കെ കഴിക്കും. അപ്പൊ ഞാൻ പറയും എണ്ണയിൽ വറുത്തത് കഴിക്കണ്ടെന്ന് പറയും. അയാൾ അതൊക്കെ കഴിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ട് കോവിഡ് മാറിയിട്ട് അയാൾ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തെ ഈ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഇല്ല. അത് കഴിഞ്ഞിട്ട് സർജറി ചെയ്യാന്ന് പറഞ്ഞിരുന്നതാണ്. ആ ജോണ്ടിസ് കംപ്ലീറ്റ് ഈ ബിൽറൂബിൻ ലെവല് നോർമലായി. അതുപോലത്തെ കുറച്ച് കേസുകളുണ്ട്. ഏതായാലും സമയം വൈകിയതുകൊണ്ട് ഞാൻ പറഞ്ഞ് ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല. അല്ല, വേറൊരു ദിവസം ഇത് അനുഭവങ്ങളും കൂടെ പറഞ്ഞു തന്നാലും നല്ലതായിരിക്കും ഡോക്ടറെ. ഇപ്പം നമുക്ക് സമയം കുറവാണ്. ആർക്കും പ്രത്യേകിച്ച് ഒരു ചോദ്യം ചോദിക്കാനുള്ള സമയമില്ല. മണി 10 എങ്കിലും അത്യാവശ്യം ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ജയേന്ദ്രൻ ഡോക്ടർ വന്നിട്ടുണ്ട്. ഡോക്ടർ ജയേന്ദ്രൻ അൺമ്യൂട്ട് ചെയ്തോ ഡോക്ടറെ, അൺമ്യൂട്ട് ചെയ്തോ. ജയേന്ദ്രൻ സാർ അഡ്മിറ്റ് ചെയ്യാം. കേൾക്കുന്നില്ല? ഹലോ ഡോക്ടറെ, കേൾക്കാമല്ലോ? ഇപ്പൊ ഹലോ ഹലോ കേൾക്കാം. ജയേന്ദ്രൻ പറഞ്ഞോളൂ ഡോക്ടറെ. ആ ഡോക്ടർ നേറ്റീവ് ആയിരുന്നു, പക്ഷെ ഭയങ്കര സ്പീഡായിപ്പോയി. ആ സ്പീഡ് ഒന്ന് ലിമിറ്റ് ചെയ്ത് നമുക്ക് ഇനി ഒരു ദിവസം വരണം. പിന്നെ ഞാനിപ്പോ ചോദിക്കാൻ വന്നത് പറഞ്ഞിട്ട് തന്നെ ഒരു കണക്കിലാണ് തീർത്തെടുത്തത്. പോരാ ഇത് 2-3 ഭാഗം. കേൾക്കുന്നില്ല. ജയേന്ദ്രന്റെ വോയിസ് കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലല്ലോ. നെറ്റ് കണക്ഷൻ പവർ ആയതുകൊണ്ടാണ്. വേറെ ആരോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറിന്റെ നെറ്റ് പോയതാ.
മറിയാമ്മ ജോൺ എന്തായാലും മറിയാമ്മ എന്തായാലും ഹലോ. വളരെ നല്ല ഒരു പ്രസന്റേഷൻ ആയിരുന്നു. ഹരിഹരൻ സാർ ഉണ്ട്. ഹരിഹരൻ സാർ കേക്കാമോ കേക്കാമോ ആ ആ കേക്കാം കേൾക്കാം കേക്കാമോ കേക്കാം ആ സാറേ കേൾക്കാം ഹലോ സെന്റ് കേക്കാമോ ഇവിടെ വന്ന് കേക്കാം സാറേ കേക്കാം. ആ ഡോക്ടർ ഈ RH കോംപ്ലിക്കേഷനിലൂടെ വരുന്ന ജോണ്ടിസിന് ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ല ഇത് പിന്നെ നമ്മുടെ ആദ്യത്തെ ഒരു പ്രസവത്തില് RH കോംപ്ലിക്കേഷൻ, അതായത് കഴിയുമ്പോ തന്നെ അവരൊരു ഇഞ്ചക്ഷൻ കുട്ടിയുടെ എടുക്കും. അല്ലാതെ അതിന് RH ഇൻകോമ്പാറ്റബിലിറ്റി അല്ലേ, അത് ഫസ്റ്റ് അതെ, ഡെലിവറി RH കമ്പാറ്റബിലിറ്റി അനുസരിച്ച് വരുന്ന കേസസ് ഇപ്പൊ ഇഞ്ചക്ഷൻ എടുക്കാതെ ഇഞ്ചക്ഷൻ എടുക്കാതെ അതിന്റെ ആന്റിജൻ ഇഞ്ചക്ഷൻ എടുക്കാതിരുന്നാൽ ഹലോ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷനിൽ കുട്ടി ജനിച്ചെന്ന് വിചാരിച്ചോ, ജനിക്കുമ്പോഴത്തേക്ക് സിവിയർ ജോണ്ടിസ് ആണെങ്കിൽ അങ്ങനത്തെ കേസ് ഡോക്ടർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ കേസ് ഉണ്ടാവാനേ സാധ്യതയില്ല. കേൾക്കാമോ? പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഗർഭിണിയായിട്ട് അബോർഷൻ ആയിട്ട് കഴിഞ്ഞാല് അവര് അത് RH നെഗറ്റീവ് ലേഡിക്ക് RH പോസിറ്റീവ് ബ്ലഡ് ഉള്ള ഇൻഫെക്റ്റ് ആണ് ഉണ്ടായതെങ്കിൽ മാത്രം ഉള്ളൂ. സെക്കൻഡ് ചൈൽഡ് ഡോക്ടറെ കേൾക്കാൻ മേല ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട്. ഡോക്ടർ ഷാജി ഒന്ന് കേൾക്കാൻ unmute മേല ചെയ്യണേ. കേൾക്കാൻ മേല ഡോക്ടർ ഷാജി ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു. നെറ്റ് പ്രോബ്ലം ഉണ്ട് മാഡം. കേൾക്കാൻ മേല ഡോക്ടർ. സാർ അങ്ങനത്തെ കേസ് ഇപ്പൊ അബോർഷൻ ആയില്ല എന്ന് വിചാരിച്ചോ, ഇപ്പൊ പ്രസവിക്കുകയും ചെയ്തു, കുട്ടി സിവിയർ ജോണ്ടിസും ആയിരുന്നു, അങ്ങനത്തെ കേസ് ഡോക്ടർക്ക് കിട്ടിയിട്ടുണ്ടോ? സെക്കൻഡ് ചൈൽഡിനെ വരുള്ളൂ, ഫസ്റ്റ് ചൈൽഡിന് ഒരു കുഴപ്പം വരില്ല. ഫസ്റ്റ് ചൈൽഡിന് ഒരു കുഴപ്പം വരില്ല, സെക്കൻഡ് ചൈൽഡിന് കുഴപ്പം വരുള്ളൂ. അതെ, ഫസ്റ്റിന് വരില്ല, സെക്കൻഡിന് വരും. സെക്കൻഡിന് വരും. അതാ ഫസ്റ്റിൽ വരാൻ സാധ്യത കുറവാണ്. എന്താ വെച്ചാൽ അമ്മയുടെ ബ്ലഡ് കയറി ഇറങ്ങുന്നുണ്ട്. സിവിയർ ജോണ്ടിസ് ഉണ്ടാവില്ല, എന്നാലും മൈൽഡ് ജോണ്ടിസ് ഉണ്ടാവും. പക്ഷെ സെക്കൻഡില് ടു മച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കേസ് ഡോക്ടർക്ക് കേസ് കിട്ടിയിട്ടുണ്ടോ കുട്ടിയുടെ? എനിക്ക് ഇതുവരെ കേസ് കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു കേസ് എന്തോ പ്രോബ്ലം ഉണ്ട് കേട്ടോ, ഉണ്ടാവാൻ സാധ്യതയില്ല. അവർ ആസ്പത്രിയിൽ പോയാൽ ബ്ലഡ് നോക്കി അവര് തീർച്ചയായിട്ടും ആന്റി അതിന്റെ പേര് വിട്ട് വാക്സിൻ എടുത്തിരിക്കും ഉറപ്പായിട്ടും. എടുക്കും. അല്ല അങ്ങനെ മറിച്ച് ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്ത് ബ്ലഡ് കട്ട പിടിച്ച് പേഷ്യന്റ് കുട്ടി ഡെത്തായി പോകും, ഉറപ്പാണ്. അപ്പൊ ആ ഒരു റിസ്കിന് ആരും നിൽക്കില്ല. നമ്മളാണെങ്കിലും പറയേണ്ടത് RH ഇൻകോമ്പാറ്റബിലിറ്റി ഉണ്ടെങ്കിൽ RH നെഗറ്റീവ് ലേഡീസിന് മാത്രം ഉണ്ടാവും. RH നെഗറ്റീവ് ലേഡി വീണ്ടും ഒരു RH നെഗറ്റീവ് ഇൻഫന്റിനെയാണ് കാരി ചെയ്യണമെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. ഒരു RH പോസിറ്റീവ് RH പോസിറ്റീവ് വരെയാണെങ്കിൽ മാത്രമേ പ്രശ്നം വരുള്ളൂ. അതുപോലെ തന്നെ ഫസ്റ്റ് ചൈൽഡ് RH നെഗറ്റീവ് ആണ് കുട്ടിക്ക് ചൈൽഡ് ആണെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്കും പ്രശ്നം വരില്ല. പോസിറ്റീവ് ഇൻഫെക്റ്റ് വരികയാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഓക്കെ, നന്ദി ഹരിഹരൻ ഡോക്ടർ. ഇനി നമുക്ക് സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ്. ജയചന്ദ്രൻ ഡോക്ടറുടെ കൺസൾട്ട് ചെയ്യുന്നില്ലെങ്കിൽ സാറിന് ഒരു കമ്മ്യൂണിക്കേഷൻ ജയചന്ദ്രൻ இப்ப கொண்டு வந்த மாவா കേൾക്കല. ഹലോ മാഡം, കേൾക്കുന്നുണ്ടോ? കേക്കാം. ഞാൻ എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്തു, ഒച്ച കൂടുതൽ കാരണം. അപ്പൊ ജയചന്ദ്രൻ ഡോക്ടറും മ്യൂട്ടായി പോയി കാണും. ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞോളൂ. ജയചന്ദ്രൻ ഡോക്ടർ ഹലോ സംസാരിച്ചോളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ മാഡം? കേൾക്കുന്നുണ്ടോ? ഇവിടെ ഈ നെറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ എന്നാലും ഞാൻ ചോദിക്കാൻ വന്ന സാറേ, ഈ ഗാൾബ്ലാഡർ സ്റ്റോർ വന്നിട്ട് കോളിസിസ്റ്റൈറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡ്രഗാണ് ചിന്തിക്കേണ്ടത്? ഗോൾ ബ്ലാഡർ സ്റ്റോൺ വന്നാലേ ഗോൾ ബ്ലാഡർ സ്റ്റോൺ വന്ന് ഞെരുങ്ങി
അല്ല, അതിന് പെൽറ്റൂരി 3x ചെയ്യാൻ, പിന്നെ കൊളസ്ട്രീനിയം 3x ഇതൊക്കെയാണ് പിന്നെ മൈക്കായിട്ട് കോളിൻ പറയുകയാണെങ്കിൽ റിസൾട്ട് കിട്ടാത്ത ഒരു കാര്യമായിട്ടാണ് എന്റെ അനുഭവത്തിൽ. ഞാൻ പറയാറുണ്ട് പേഷ്യന്റിനോട്, കഴിച്ചു ആ. പോകാൻ സാധ്യത വളരെ വളരെ കുറവാണ്. പിന്നെ ആ. സ്കാനിങ്ങിൽ ഇപ്പൊ നമ്മ നോക്കുമ്പോ ഈ ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഒക്കെ ഇല്ലാതിരുന്നിട്ടുണ്ട്. അതിന്റെ കാരണം ചിലപ്പോൾ അത് ഫാറ്റ് ഉള്ളൊരു ഫുഡ് കഴിച്ച് നോക്കി സ്കാൻ ചെയ്ത് നോക്കിയാൽ ആ ഗോൾ ബ്ലാഡർ സ്റ്റോൺ കാണൂല. പക്ഷെ പിന്നീട് സ്കാൻ ചെയ്യുമ്പോൾ കാണും. പേഷ്യന്റ് മിക്കവാറും വരും, എനിക്ക് ഡോക്ടർ മുമ്പ് മാറ്റി തന്നാണ് വീണ്ടും വന്നെന്നും പറഞ്ഞു വരും. എന്റെ അഭിപ്രായത്തിൽ അത് പോവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ആ. ഞാൻ എടുക്കാറില്ല അത്. ഓ. ജയചന്ദ്രൻ ഡോക്ടർ നന്ദി കൂടെ പറയണേ. ആ. ഡോക്ടറെ, പിന്നെ ഒന്നുകൂടെ, ഇപ്പൊ നമുക്ക് ഇതിന് ഈ എപ്പിഡമിക് സമയത്ത് നമുക്ക് ഇതിന് ഫുഡ് റെസ്ട്രിക്ഷൻ അല്ലാതെ പ്രിവെന്റീവ് എന്തെങ്കിലും ആലോചിക്കാനുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് നല്ല ഹൈജീൻ, പിന്നെ പിന്നെ അതാണ് അതിൽ നോക്കട്ടെ. പിന്നെ അത് ഭക്ഷണം മേടിച്ച് കഴിക്കാതിരിക്കാൻ പേഷ്യന്റിനോട് അഡ്വൈസ് ചെയ്യണം. ഓപ്പൺ വെച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ ഈച്ച വന്ന് കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ വെള്ളം, മലിനജലം പേഷ്യന്റിനോട് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലെ കുട്ടിയൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോ കുട്ടിയൊക്കെ എന്തെങ്കിലും വരാതിരിക്കാൻ എന്തെങ്കിലും പ്രിവെന്റ് നമുക്ക് ആലോചിക്കാനുണ്ടോ? അതാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. ഭക്ഷണത്തിൽ കൂടെ മാത്രം വരുള്ളൂ, അല്ലാതെ പ്രിവെന്റീവ് ആണ്. മെഡിസിനോ പ്രിവെന്റീവ് മെഡിസിൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ. ഹെപ്പാറ്റൈറ്റിസ് വൈറസ് തന്നെ 5 തരം, 5 വേറെ ആണ്. നമ്മ ഏത് വൈറസിന് കൊടുക്കും? പിന്നെ ഓക്സിജൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹെപ്പാറ്റിക് ജോയിന്റുകൾ ഉണ്ട്, നമ്മ പറഞ്ഞു കുറെ. പ്രിവെന്റീവ് പറഞ്ഞ ഒരു മരുന്നുമില്ല. അവർക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കുക, വൃത്തിയായിട്ട് ജീൻ കീപ്പ് ചെയ്യാൻ പറയാം. അത് മാത്രമുള്ള അതിന്റെ പ്രിവെന്റീവ് എന്നാണ് ഞാൻ പറയുള്ളൂ. അത്രേ ഉള്ളൂ. നെക്സ്റ്റിന്റെ വരാതിരിക്കും. ബാക്കിയെല്ലാം ഫില്ലത്തിന്റെയും ചെല്ലോണിയത്തിന്റെ കാർഡത്തിന്റെ ഒക്കെ ജോണ്ടിസ് പിടിപെടും. എന്തായാലും ഡോക്ടർ ഇന്ന് നമ്മുടെ മുമ്പേ വന്ന് നമുക്ക് ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഒക്കെ എടുത്ത് നമ്മളെ വളരെ ബോധവൽക്കരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. സാറ് ഒരു സീരിയൽ പോലെ ഒരു 5-6 ദിവസം വന്ന് വളരെ സ്ലോ ആയിട്ട് ഒന്നുകൂടെ ഈ കഥകളൊക്കെ ഒന്ന് പറഞ്ഞു തരണമെന്ന് ബഹുമാനപുരസരം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വളരെ സ്നേഹപൂർവ്വം ഇന്ന് വീണ്ടും വരണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി സാറിനോട് ഇന്നത്തെ ദിവസം ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരുടെയും പേരിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ് സാർ. നന്ദി ജയന്തൻ സാറ്. പിന്നെ ഇന്ന് പലർക്കും പല സംശയങ്ങൾ കാണുമായിരിക്കും. എങ്കിലും തന്നെ ഇന്ന് എടുത്ത ക്ലാസ് നമുക്ക് നാളെ യൂട്യൂബില് കാണാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടും. എങ്കിലും കൂടുതൽ അനുഭവങ്ങൾ പങ്കിടുവാനായിട്ട് ഡോക്ടർ ഇനിയും, നസറുള്ള ഡോക്ടർ ഇനിയും വരണം. ഇത്രയും നല്ല വിജ്ഞാനപ്രദമായ ഒരു ക്ലാസ്സാണ് നിങ്ങൾക്ക് ഇന്ന് ഡോക്ടർ തന്നത്. വീണ്ടും ക്ലാസ് എടുക്കാൻ വരണമെന്ന് പ്രത്യേകം അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഡോക്ടർക്ക് നന്ദി അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ 1370 സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.